നമസ്കാരം. ഡസ്റ്റിന് രാവിലെ ഒരു ഫോൺ. ഡാലിയാണ് വിളിക്കുന്നത്. ഡാലിയ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഓടി ഹോസ്പിറ്റലിലെത്തി. ഡസ്റ്റിൻ ഹോസ്പിറ്റൽ വരുമ്പോ ഡാലിക്കൊപ്പം ജൂലിയും അവളുടെ അമ്മ വിക്ടോറിയയും ഡാലിയുടെ അമ്മ ഫ്ലോറൻസും ഉണ്ട്. പക്ഷെ ഡാലിക്ക് വലിയ പരിക്കൊന്നുമില്ല. ഏയ് ഡാലി എന്തു പറ്റി? ഡസ്റ്റിൻ, ഞാനേ ഇന്നലെ ഗ്ലൻസ്റ്റഡ് വരെ പോയിരുന്നു. ഗ്ലൻസ്റ്റഡിൽ ഗ്രാൻഡ് പേയെ കാണാനാ പോയത്. ഗ്രാൻഡ് പേ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്നെ ചിലർ ആക്രമിച്ചു. നിന്നെ ആക്രമിച്ചെന്നോ? ആരാ? നീ എന്താ എന്നോട് പറയാത്തത്? ഡസ്റ്റിൻ പെട്ടെന്ന് ഡാലിയുടെ ചൂടാവുകയാണ്. ഡസ്റ്റിൻ, ഞാൻ നമ്മുടെ കമ്പനിയിലെ ബോഡി ഗാർഡുകളുമായിട്ടാണ് പോയത്. പക്ഷേ ഭാഗ്യത്തിന് ആ സമയത്ത് അതുവഴി ഒരു ജനറൽ വന്നു. ആ ജനറൽ എന്നെ രക്ഷിച്ചു. ഓക്കെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഡാലിയ, നീ റെഗുലസിനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായതല്ലേ? നീ ഗ്ലൻസ്റ്റഡിൽ പോയ കാര്യം അറിയാവുന്നത് കമ്പനിയിലെ ആളുകൾക്കും പിന്നെ അവിടെ ആ നിക്കോൾസൺ കുടുംബത്തിലെ ആളുകൾക്കുമാണ്. ഇനി നിക്കോൾസൺ കുടുംബത്തിൽ ആരെങ്കിലും ആണോ നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്? ഡസ്റ്റിൻ എന്തായി പറയുന്നത്? അതിനൊന്നും സാധ്യതയില്ല. അവരെന്തിനാ എന്നെ ആക്രമിക്കുന്നത്? ഡാലിയ, അധികാരവും പണവും ഇത് രണ്ടും ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി എന്തും ആളുകൾ ചെയ്യും. ഇപ്പൊ നീ നിക്കോൾസൺ കുടുംബത്തിന്റെ കാർഡൽ ഗ്രൂപ്പിന്റെ സിഇഒ ആണ്, അതിന്റെ പൂർണ്ണ അധികാരിയാണ്. നാളെ നീ നിക്കോൾസൺ കുടുംബത്തിന്റെ ചീഫുമാവും, അതിന്റെ മാട്രിയാർക്ക് ആവുകയാണ്. ഇത് രണ്ടും ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നിക്കോൾസൺ കുടുംബത്തിൽ ഒരുപാടുണ്ടാവും. അവരായിരിക്കും നിന്നെ ആക്രമിച്ച ആളുകളുടെ പിന്നിൽ. ഡസ്റ്റിൻ പറയുന്ന കാര്യം ഡാലിയയ്ക്കും ഫ്ലോറൻസിനും ജൂലിക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അവർക്കും ആ സംശയം ഉണ്ട്. പക്ഷേ തൽക്കാലം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഡാലിക്ക് താല്പര്യമില്ലെന്ന് ഡാലിയുടെ മുഖം വിളിച്ചു പറയുകയാണ്. ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ അത് വിട്, ഞാൻ ഡസ്റ്റിനെ കാണണമെന്ന് ആഗ്രഹിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താ ഡാലിയ? ഡസ്റ്റിന്റെ കയ്യിൽ ഒരു പനാക്സ് റൂട്ടിലെ ഒരു പനാക്സ് റൂട്ട് ഉണ്ട്. ഡസ്റ്റിൻ, ഗ്രാൻഡ് പേയുടെ ചികിത്സയ്ക്ക് ആ പനാക്സ് റൂട്ട് ഒന്ന് വേണമായിരുന്നു. ഡാലിയ അത്രയും പറഞ്ഞതും ഡസ്റ്റിൻ കൈ ഉയർത്തി ഡാലിയ തടഞ്ഞുകൊണ്ട് ഡാലിയോടായി പറഞ്ഞു, പനാക്സ് റൂട്ട് തരത്തില്ല. ഡസ്റ്റിൻ, എന്റെ ഗ്രാൻഡ് പേ രക്ഷിക്കാൻ പനാക്സ് റൂട്ട് വേണം. ഡാലിയ, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും, പക്ഷേ ഈ പനാക്സ് റൂട്ട് അത് മാത്രം ഞാൻ തരത്തില്ല. ഡസ്റ്റിൻ, റെഗുലസിനെ രക്ഷിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പനാക്സ് റൂട്ട് ഡസ്റ്റിനോട് ചോദിക്കുന്നത്. ഡസ്റ്റിൻ എന്താ അത് മനസ്സിലാക്കാത്തത്? ഡാലിയ, ഞാൻ പറഞ്ഞു ഞാനത് തരത്തില്ല. ഡസ്റ്റിൻ എന്തിനാ ആ പനാക്സ് റൂട്ട് കൈവശം വെക്കുന്നത്? നോക്ക് ഡസ്റ്റിൻ, ഡസ്റ്റിൻ സഹായിക്കേണ്ട സമയമാണ്. ഡാലിയയ്ക്ക് നിക്കോൾസൺ കുടുംബത്തിന്റെ ചീഫ് ആകാൻ റെഗുലസ് നിക്കോൾസിന്റെ അസുഖം മാറണം. അദ്ദേഹത്തിന് അസുഖം മാറിയാൽ മാത്രമേ ഡാലിയയ്ക്ക് നിക്കോൾസൺ കുടുംബത്തിനെ നയിക്കാൻ പറ്റൂ. ഈ സമയത്ത് റെഗുലസിനെ നമ്മൾ സഹായിക്കണ്ടേ? ഈ സമയത്ത് ഡാലിയ റെഗുലസിനെ സഹായിച്ചാൽ ഉറപ്പായും ഡാലിയെ നിക്കോൾസൺ കുടുംബത്തിന് വിടാൻ പറ്റത്തില്ല. നിക്കോൾസൺ കുടുംബത്തിനെ ഡാലിയെ അവരുടെ ചീഫ് ആക്കും. ഫ്ലോറൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഡസ്റ്റിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഫ്ലോറൻസ് പറഞ്ഞ അഭിപ്രായം കേട്ടപ്പോ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, എന്തായാലും എന്റെ കയ്യിലിരിക്കുന്ന പനാക്സ് റൂട്ട് ഞാൻ തരത്തില്ല. ഞാൻ എന്തായാലും പനാക്സ് റൂട്ടുള്ള വേറെ ആളുകളുണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഡസ്റ്റിൻ എന്തായി പറയുന്നത്? ജൂലി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡസ്റ്റിനോട് സംസാരിക്കുന്നത്. നോക്ക് ഡസ്റ്റിൻ, ഇവിടെ ഡാലിയയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സന്ദർഭത്തിൽ ഡസ്റ്റിൻ സഹായിക്കാതിരുന്നാൽ പിന്നെ ഡസ്റ്റിനെ കൊണ്ട് ഡാലിക്ക് എന്താ ഗുണം? ജൂലിയും ഫ്ലോറൻസും ഡാലിയയ്ക്ക് വേണ്ടി ഡസ്റ്റിനോട് കാര്യമായി വാദിച്ചെങ്കിലും ഡസ്റ്റിൻ പനാക്സ് റൂട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ്. ഡസ്റ്റിന്റെ കടുംപിടുത്തം മനസ്സിലാക്കിയ ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, പനാക്സ് റൂട്ട് ഡസ്റ്റിന്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഡസ്റ്റിൻ എന്തിനാ അത് സൂക്ഷിക്കുന്നത്? ഡാലിയ, നിനക്ക് ഗ്രിഗറി അറിയില്ലേ? അറിയാം, ജോൺസ്. ഗ്രിഗറി ജോൺസിന് വേണ്ടി ഞാൻ ഒരു മരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ മരുന്നിന് വേണ്ടിയാണ് ഞാൻ ആ പനാക്സ് റൂട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോ ഗ്രിഗറിക്ക് എങ്ങനെയുണ്ട്? ഡാലിയ പെട്ടെന്ന് ചോദിച്ചപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, ഇപ്പൊ ഗ്രിഗറി കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് ഗ്രിഗറി മരുന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഡസ്റ്റിൻ, ഗ്രിഗറിക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാ ആ റൂട്ട് സൂക്ഷിക്കുന്നത്? ഇപ്പൊ ആവശ്യം റെഗുലസിനാണ്. അദ്ദേഹത്തിന് വേണ്ടി ആ പനാക്സ് റൂട്ട് മാറ്റണം. ഗ്രിഗറിക്ക് വേണ്ടി നമുക്ക് പിന്നീട് സംഘടിപ്പിക്കാം. ഫ്ലോറൻസും ജൂലിയും ഡാലിയും അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കാരണവശാലും ഞാൻ പനാക്സ് റൂട്ട് തരത്തില്ല. ഡസ്റ്റിന്റെ ആ പറച്ചിൽ ഡാലിയെ തെല്ലെന്നുമല്ല അതിശയപ്പെടുത്തിയത്. ഡസ്റ്റിനെ ഡാലിയ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 3.5 വർഷമാവും. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഡാലിയ പറഞ്ഞ ഒരു കാര്യം ഡസ്റ്റിൻ നടത്തി കൊടുക്കാതെ ഇരുന്നിട്ടേയില്ല. ഡാലിയ എന്ത് ചോദിച്ചാലും ഡസ്റ്റിൻ അത് സംഘടിപ്പിച്ചു കൊടുക്കും. ഡസ്റ്റിന്റെ കൈവശമുള്ള ഏത് സാധനം ഡാലിയ ചോദിച്ചാലും ഉറപ്പായും ഡസ്റ്റിൻ കൊടുക്കും. ഇപ്പൊ ഇതാ ഡാലിയ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടും ഡസ്റ്റിൻ ആ പനാക്സിന്റെ റൂട്ട് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. ഡസ്റ്റിൻ ഒരുപാട് മാറിപ്പോയിരിക്കുകയാണെന്ന് ഡാലിയ ആലോചിച്ച ആ നിമിഷത്തിൽ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. മിലിറ്ററി ഡ്രസ്സിലാണ് അയാൾ അകത്തേക്ക് വരുന്നത്. അയാളെ കണ്ടതും ഡാലിയ ചിരിച്ചുകൊണ്ട് ഓടി അയാൾ അടുത്തേക്ക് വന്നു. മിസ്റ്റർ കെവിൻ, താങ്കളെന്താ ഇവിടെ? ഡാലിയ, ഞാനൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോഴാണ് മിസ് ഡാലിയ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്.
അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഡാലിയ ഇപ്പൊ എങ്ങനെയുണ്ട്? മിസ്റ്റർ ഗെവിൻ, താങ്കളുടെ സഹായം കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക്. മിസ്റ്റർ ഗെവിൻ, ഇത് എന്റെ അമ്മ ഫ്ലോറൻസ്, ഇത് എന്റെ ആന്റി വിക്ടോറിയ, ഇത് മിസ് ജൂലി. അത്രയും പറഞ്ഞിട്ട് ഗെവിനെ ഡസ്റ്റിന് ഡാലി പരിചയപ്പെടുത്തി. ഇതാണ് ഗെവിൻ കിള്ളിയൻ. ഇദ്ദേഹമാണ് എന്നെ ഇന്നലെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഡസ്റ്റിനോട് ഗെവിനെ പരിചയപ്പെടുത്തിയതും ഗെവിൻ ഡാലിയോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ഇത് മിസ്റ്റർ ഡസ്റ്റിൻ റൈസ്, എന്റെ സുഹൃത്താണ്. ഡസ്റ്റിനെ ഗെവിന് ഡാലിയ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞാണ്. കഴിഞ്ഞ 3.5 കൊല്ലങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനെ സുഹൃത്ത് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും പരിചയപ്പെടുത്തുന്നത്. ഡസ്റ്റിനെ പരിചയപ്പെടുത്താനായി ഡാലിയ ഉപയോഗിക്കുക ഹസ്ബൻഡ് എന്ന വാക്കാണ്. ഇവിടെ ഇത് ആദ്യമായിട്ട് ഡസ്റ്റിനെ എന്റെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞ് ഡാലിയ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഡാലിയ പരിചയപ്പെടുത്തിയപ്പോ ഡസ്റ്റിന് ലേശൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. ഡസ്റ്റിന് ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം ഗെവിൻ ഡാലിയോടായി പറഞ്ഞു, ഡാലിയ, നിങ്ങൾക്ക് ഒരു പനാക്സ് റൂട്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സർ കിള്ളിയൻ, അങ്ങ് എങ്ങനെയാ വിവരം പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ കയ്യിൽ ഒരു പനാക്സ് റൂട്ട് ഉണ്ട്, ഞാൻ അത് വേണമെങ്കിൽ ഡാലിക്ക് നൽകാം. ഫ്ലോറൻസും വിക്ടോറിയയും ജൂലിയും ഡാലിയും ശരിക്കും ഞെട്ടിപ്പോയ ഒരു ഓഫറാണ് സാക്ഷാൽ ഗെവിൻ കിള്ളിയൻ ആ നിമിഷത്തിൽ അവിടെ വെക്കുന്നത്. സർ, അതിന് ശരിക്കും വിലയാവില്ലേ? ഹേയ് ഡാലിയ, വിലയൊന്നും വലിയ വിഷയമല്ല. എനിക്ക് ഒരു സുഹൃത്ത് വഴി കിട്ടിയതാണ്, അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് കയറി തന്നെ ഡാലിയെ കാണാൻ വേണ്ടിയാണ്. ഞാൻ വരുന്ന വഴിക്ക് ഡാലിക്ക് ആ പനാക്സ് റൂട്ട് ആവശ്യമുണ്ടെന്നുള്ള വിവരം അറിഞ്ഞായിരുന്നു. മിസ്റ്റർ കിള്ളിയൻ, അങ്ങ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. മിസ്റ്റർ കിള്ളിയൻ, ഈ ഉപകാരത്തിന് ഞാൻ എന്താ പ്രത്യുപകാരം ചെയ്യേണ്ടത്? ഡാലി ശരിക്കും സന്തോഷത്തിലാണ്. സന്തോഷത്തോടുകൂടി ഡാലിയ അങ്ങനെ ചോദിക്കുമ്പോൾ അതേ സന്തോഷം ഡാലിയുടെ കൂടെ നിൽക്കുന്ന ആ സ്ത്രീകൾക്കൊക്കെ ഉണ്ട്. എല്ലാരും വളരെ താല്പര്യത്തോടു കൂടിയാണ് കിളിയനോട് സംസാരിക്കുന്നത്. അവരുടെ മുഖത്തെ ആ താല്പര്യം കണ്ടതും കിളിയൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ ഇത്ര താല്പര്യപൂർവ്വം സംസാരിക്കുമ്പോ ഞാൻ എങ്ങനെയാ നിന്റെ നന്ദി വേണ്ടെന്ന് വെക്കുക? ഒരു കാര്യം ചെയ്യ്, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ ഹോട്ടലിൽ ഞാനൊരു ബാങ്കറ്റ് പാർട്ടി നടത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് വാ. ഞാൻ ഡാലിയ ആ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗെവിൻ കിള്ളിയൻ അന്ന് വൈകുന്നേരം നടക്കുന്ന പാർട്ടിയിലേക്ക് ഡാലിയെ ഇൻവൈറ്റ് ചെയ്തപ്പോ ഡാലിയ ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കണമോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ ഗവിയനോട് പറഞ്ഞു, ഓക്കെ ഞാൻ വരാം. ഗവിയൻ ഡാലിയ നിക്കോൾസിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗവിയൻ പോയി കഴിഞ്ഞപ്പോ അത്രയും സമയം നിശബ്ദനായിരുന്ന ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നിനക്ക് ഒരു സംശയം തോന്നുന്നില്ലേ? എന്ത് സംശയം? അല്ല, നിനക്ക് പനാക്സ് റൂട്ട് വേണമെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? രണ്ടാമത്തെ കാര്യം, അയാള് നിന്നെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അതിനുശേഷം പനാക്സ് റൂട്ട് ഓഫർ ചെയ്യുന്നു. ഇത് തമ്മിൽ ഒരു ബന്ധമില്ലേ? ഡസ്റ്റിൻ എന്തായി പറയുന്നത്? മിസ്റ്റർ കിള്ളിയൻ ആളൊരു നല്ല മനുഷ്യനാണ്. ജെന്റിൽമാനോ? നിനക്ക് ആ ആളെ എത്ര നാൾക്ക് പരിചയമുണ്ട്? അല്ല, ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ടേ ഉള്ളൂ. ജസ്റ്റ് പരിചയപ്പെട്ട ഒരാളെ ജെന്റിൽമാൻ ആയിട്ട് നീ അങ്ങ് ഉറപ്പിച്ചു. ഡസ്റ്റിൻ എന്തായി പറയുന്നത്? ഡസ്റ്റിന് ഇടുങ്ങിയ മനസ്സാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ ഡസ്റ്റിനെ പ്രേരിപ്പിക്കുന്നത്. നീ എന്താ പറഞ്ഞത്? എനിക്ക് ഇടുങ്ങിയ മനസ്സാണെന്നോ? നീ ഇന്ന് പരിചയപ്പെട്ട ആള് ജെന്റിൽമാനും ഞാൻ ഇടുങ്ങിയ മനസ്സുള്ള ആളും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇടുങ്ങിയ മനസ്സുള്ള ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഡാലിയ, ഗുഡ് ബൈ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിൻ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഡാലിയക്ക് ഒരു വല്ലാത്ത വിഷമം. ഡാലിയ ഡസ്റ്റിനെ വിളിച്ചോണ്ട് വാതിൽക്കിലേക്ക് നടക്കാൻ തുടങ്ങിയതും ജൂലി ഡാലിയുടെ കയ്യിലേക്ക് പിടിച്ചു. ഡാലിയ, എന്താ ഇത്? നീ എന്തിനാ ഡസ്റ്റിന് പുറകെ പോകുന്നത്? നോക്ക്, ഇവിടെ ഇപ്പൊ ആവശ്യം മിസ്റ്റർ റെഗുലസ് നിക്കോൾസിന് ആ പനാക്സ് റൂട്ട് കൊടുക്കാന്നുള്ളതാണ്. ജൂലി പറഞ്ഞ വാക്കുകൾ സ്വാഭാവികമായിട്ടും ഫ്ലോറൻസും വിക്ടോറിയയും ഏറ്റുപിടിക്കുകയാണ്. അതെ ഡാലിയ, നീ ഡസ്റ്റിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ. ഡസ്റ്റിൻ എന്താ ചെയ്തത്? അവന്റെ കൈവശം ഉണ്ടായിട്ടും ആ പനാക്സ് റൂട്ട് തന്നില്ല. മിസ്റ്റർ ഗവിനോ അയാളുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പനാക്സ് റൂട്ട് അപ്പോഴേ നിനക്ക് തന്നു. സത്യത്തിൽ ഗവിൻ അത് ചെയ്തത് എന്തുകൊണ്ടാണ്? അവൻ എന്താ പറയുന്നത്? ഡാലിയ, ഗവിന് നിന്നോടൊരു ഇഷ്ടമുണ്ട്. നീ ഇന്ന് വൈകുന്നേരം നന്നായി അണിഞ്ഞൊരുങ്ങി ആ പാർട്ടി പങ്കെടുക്ക്. ചിലപ്പോ മിസ്റ്റർ ഗവിന് നിന്നോടൊരു പ്രേമം തോന്നിയാലോ? അമ്മ എന്തായി പറയുന്നത്? ഡാലിയ, കിട്ടുന്ന അവസരം ഉപയോഗിക്കപ്പെടണേ. ഗവിയൻ ഒരു ജനറലാണ്, അരിസ്റ്റോക്രാറ്റിക് കുടുംബവുമാണ്. സ്റ്റോണിയിലെ കിളിയൻ കുടുംബം ഈ രാജ്യത്ത് എല്ലാവരും അറിയുന്ന കുടുംബങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിലെ ആർമി ജനറലായ ഗവിൻ കിള്ളിയൻ നിന്നോടൊരു താല്പര്യം കാണിക്കുമ്പോ നീ ഒഴിഞ്ഞു മാറുന്നതിൽ എന്താ അർത്ഥം? ഡാലിയ നിക്കോൾസനും ആ ടീമും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഡസ്റ്റിൻ റൈസ് ഹോസ്പിറ്റലിലെ പുറത്തിറങ്ങി. ഡസ്റ്റിന്റെ വാഹനത്തിന് നേരെ നടക്കുമ്പോ പെട്ടെന്ന് ഒരു കാറ് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. കാറ് ഡസ്റ്റിന് അടുത്ത് ചവിട്ടി നിർത്തിയപ്പോ ഡസ്റ്റിൻ ആ കാറിൽ ഇരിക്കുന്ന ആളെ കണ്ടു. അതിനകത്ത് ഗവിൻ കിള്ളിയനാണ്. ഗവിൻ കിള്ളിയൻ ഡസ്റ്റിനെ അടുത്തേക്ക് വിളിച്ചു. ഡസ്റ്റിൻ ആ കാറിന്റെ അടുത്തേക്ക് വന്നപ്പോ ഗവിൻ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകാം. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ഡാലിയ നിക്കോൾസിനെ ഇനി ശല്യം ചെയ്യരുത്. ഡാലിയ എന്റെ പെണ്ണാണ്. ഗവിൻ കിള്ളിയൻ പറഞ്ഞ വാക്കുകൾ വല്ലാത്ത കൗതുകത്തോടുകൂടിയാണ് ഡസ്റ്റിൻ റൈസ് കേൾക്കുന്നത്.
ഡാലിയ നിക്കോൾസൺ അയാളുടെ പെണ്ണാണെന്നാണ് അയാൾ ഡസ്റ്റിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. അത് കേട്ടപ്പം ഡസ്റ്റ് ഒന്ന് ചിരിച്ചു. മിസ്റ്റർ കിളിയൻ, നിങ്ങളെ പോവാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ കിളിയന്റെ കാറിന്റെ അടുത്തുനിന്ന് ഡസ്റ്റിന്റെ കാറിന് നേരെ നടക്കുകയാണ്. ഡസ്റ്റിന്റെ കാറിന് നേരെ നടക്കുന്ന കണ്ടതും കിളിയൻ അതിവേഗം അവന്റെ കാർ ഓടിച്ചു പോയി. കിളിയന്റെ കാറ് ഡസ്റ്റിനെ പാസ് ചെയ്തതും അനവധി കാറുകൾ അവിടെ വന്നതും ഒരേ നിമിഷത്തിലാണ്. ആ കാറുകൾ അവിടെ എത്തിയതും സ്റ്റോപ്പ് ചെയ്തതും അതിനകത്ത് ആളുകൾ ചാടി ഇറങ്ങിയതും ലൈറ്റനിങ് വേഗത്തിലാണെന്ന് പറയാം. ആ ആളുകൾ പെട്ടെന്ന് ഡസ്റ്റിന് വളയുകയാണ്. വന്നവരൊക്കെ പോലീസ് യൂണിഫോമിലാണ്. മിസ്റ്റർ ഡസ്റ്റിൻ റൈസ് അല്ലേ? അതെ. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്കെതിരെ പരാതിയോ? എന്താ പരാതി? നിങ്ങളുടെ പേരിൽ ഒരു കൊലപാതക കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. കൊലപാതക കുറ്റമോ? ഞാൻ ആരെ കൊന്നെന്നാ പറയുന്നത്? നിങ്ങളൊരു ഹാങ് ഹോഫ്മാനെ കൊന്നതായിട്ട് ഒരു പരാതിയുണ്ട്. ഒരു ദൃക്സാക്ഷിയാണ് പരാതി തന്നിരിക്കുന്നത്. ദൃക്സാക്ഷിയും? അങ്ങനെ ഡസ്റ്റിൻ ചോദിച്ചതും ആ കൂട്ടത്തിലുള്ള ഒരു കാറിൽ നിന്ന് ജൂലിയൻ നിക്കോൾസൺ പുറത്തിറങ്ങി. ഡസ്റ്റിൻ റൈസ് ഹാങ് ഹോഫ്മാനെ ഡാലിയുടെ മുറിയിൽ നിന്ന് ചവിട്ടി താഴേക്ക് തെറിപ്പിക്കുമ്പോൾ ആ കാഴ്ചയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ആള് തന്നെയാണ് ജൂലിയൻ നിക്കോൾസൺ. ജൂലിയൻ നിക്കോൾസൺ ആ വന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അതേ ഡസ്റ്റിൻ, ഞാനാ പരാതി കൊടുത്തത്. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ നിന്നെ ഇപ്പോ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ജൂലിയൻ നിക്കോൾസൺ പറഞ്ഞതും ആ പോലീസുകാർ ഡസ്റ്റിനെ അവരുടെ വാഹനത്തിലേക്ക് കയറ്റി. ആ വാഹനങ്ങൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷത്ത് തന്നെ അവർ ഒരു കറുത്ത തുണി കൊണ്ട് ഡസ്റ്റിന്റെ തലയിൽ കൂടെ അങ്ങ് ഇടുകയാണ്. ശരിക്കും ഒരു സഞ്ചി തലയിൽ കൂടെ ഇട്ടെന്ന് പറയാം. കറുത്ത സഞ്ചി. ഡസ്റ്റിന് ഇപ്പൊ ഒന്നും കണ്ടുകൂടാന്ന് മനസ്സിലായതും ഡസ്റ്റിൻ ആ സീറ്റിലോട്ടങ്ങ് ചാരിയിരുന്നു. സീറ്റിൽ ചാരിയിരിക്കുന്ന ഡസ്റ്റിൻ അങ്ങനെ വാഹനത്തിരിക്കുമ്പോൾ സമയം ഇങ്ങനെ എഴുതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം ഓടിയതിനു ശേഷമാണ് ആ കാറ് നിൽക്കുന്നത്. ഡസ്റ്റിനെ അവർ കാറിൽ നിന്ന് പുറത്തിറക്കി. ഇപ്പോഴും ഡസ്റ്റിന്റെ തല മൂടിയിരിക്കുകയാണ്. തല മൂടിയിരിക്കുന്നതുകൊണ്ട് ഡസ്റ്റിന് ചുറ്റും എന്താണെന്ന് കാണത്തില്ല. ഡസ്റ്റിന്റെ കയ്യിൽ ആ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ കൂടെ നടക്കുന്ന ഡസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് ചില ഗേറ്റുകൾ തുറക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. 4 ഗേറ്റ് കഴിഞ്ഞപ്പോ ഡസ്റ്റിൻ ഒരു ലിഫ്റ്റിനകത്ത് നിൽക്കുകയാണെന്ന് ഡസ്റ്റിന് മനസ്സിലായി. ലിഫ്റ്റിലെ വാതിലുകൾ അടഞ്ഞ ശബ്ദവും ഡസ്റ്റിൻ കേട്ടു. വാതിൽ അടഞ്ഞു കഴിഞ്ഞതും ലിഫ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ലിഫ്റ്റ് അതിശക്തമായി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ടിലേക്കാണ് ആ ലിഫ്റ്റ് പോകുന്നതെന്ന് അർത്ഥം. ലിഫ്റ്റ് ഒരു ശബ്ദത്തോടു കൂടി സ്റ്റോപ്പായി. വാതിൽ തുറന്നു. ഡസ്റ്റിനെ പുറത്തിറക്കിയ പോലീസുകാർ അല്പദൂരം ഡസ്റ്റുമായി നടന്നിട്ട് ഡസ്റ്റിന്റെ തലയിൽ നിന്ന് ആ കറുത്ത മൂടി അങ്ങ് മാറ്റി. കറുത്ത മൂടി മാറ്റപ്പെട്ടപ്പോ ഡസ്റ്റിൻ കാണുന്നത് ഡസ്റ്റിൻ ഒരു ഇടനാഴിയിൽ നിൽക്കുന്നതാണ്. ഒരു വല്ലാത്ത സ്മെല്ല് ആ ഇടനാഴിക്കുണ്ട്. മാംസത്തിന്റെ ഗന്ധവും നാറ്റും ഒക്കെ ഡസ്റ്റിന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ഡസ്റ്റിനെ കൊണ്ട് പോലീസുകാർ മുന്നോട്ട് നടക്കുകയാണ്. ആ കോറിഡോറിലൂടെ ഡസ്റ്റിൻ നടക്കുമ്പോൾ ആ കോറിഡോറിന്റെ ഇരുഭാഗത്തും സെല്ലുകൾ കാണുകയാണ്. ജയിൽ അറകൾ. ആ ജയിലറകളിൽ പല ശൈലിയിലുമുള്ള ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. ചിലരൊക്കെ ഭ്രാന്തമായി ചിരിക്കുകയാണ്. ചിലരൊക്കെ അലറി കരയുന്നുണ്ട്. ചിലർ രൗദ്രഭാവത്തിൽ അലറി വിളിക്കുന്നുമുണ്ട്. പല ശൈലിയിലുള്ള ആളുകൾ. ആ അറകൾ ശരിക്കും ആർക്കും ഭീതി ജനിപ്പിക്കുന്നത് തന്നെയാണ്. ഡസ്റ്റിനെ കൊണ്ട് ആ പോലീസുകാർ നടന്നെത്തിയത് ആ കോറിഡോറിന്റെ എൻഡിലാണ്. ആ മൂലയിലുള്ള ഒരു സെല്ലിലെ ഗ്രില്ല് തുറന്നിട്ട് പോലീസുകാർ ഡസ്റ്റിനെ ആ സെല്ലിനകത്തേക്ക് കയറ്റി. അവര് ഗ്രില്ലടച്ചു. അതിവേഗം തിരിച്ചു പോവുകയാണ്. ഡസ്റ്റിൻ റൈസ് ആ സെല്ലിനകത്ത് കയറിയതേ ഉള്ളൂ. പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഏയ് യങ്മാൻ, നിങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാ ഇതിനകത്തേക്ക് വന്നത്? ഞാനേ ഒരാളെ കൊന്നായിരുന്നു. ഡസ്റ്റിൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ഒരാളെ കൊന്നതോ? എന്തിനാ കൊന്നേ? ഏയ്, അതൊക്കെ എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത്? അതൊക്കെ പറയാം. നിങ്ങള് ചോദ്യത്തിന് ഉത്തരം പറയാം. അയാള് എന്റെ ബ്രദറിലായെ കൊന്നു. അതുകൊണ്ട് ഞാൻ അയാളെ കെട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതാണ്. അത് കേട്ടപ്പോ ആ മുറിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല, അവരൊക്കെ കൈയടിക്കുകയും ചെയ്തു. അതെന്തായാലും നന്നായി. അനീതി കണ്ടാൽ എതിർക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ ആളുകൾ പറഞ്ഞപ്പോ ഡസ്റ്റിന് ശരിക്കും ഒരു അത്ഭുതമാണ് അനുഭവപ്പെട്ടത്. ഡസ്റ്റിന്റെ മുന്നിൽ നിന്ന് ഡസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന അല്പം കഷണ്ടിയുള്ള ആള് ഡസ്റ്റിനോട് പറഞ്ഞു, നോക്ക് സുഹൃത്തെ, നിങ്ങൾ ഒരാളെയിലേ കൊന്നുള്ളൂ. ഞാൻ കൊന്നത് 12 ആളുകളെയാണ്. 12 പേരെ കൊന്നു. എന്തിന്? ആ 12 പേര് ചേർന്ന് 3 സ്കൂൾ പെൺകുട്ടികളെ ക്രൂരമായി റേപ്പ് ചെയ്തു. ഞാൻ പിന്നെ അവരെ വെറുതെ വിടണോ? സ്കൂളിൽ പഠിക്കുന്ന 3 പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന 12 പേരെ കൊന്നതിനാണ് അയാളെ പോലീസ് പിടിച്ച് അവിടെ ആക്കിയിരിക്കുന്നത്. അത് കേട്ടപ്പോ അടുത്ത് നിന്ന ആള് പറഞ്ഞു, ഹേയ് ചെറുപ്പക്കാരാ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല. ഞാൻ യഥാർത്ഥത്തിൽ പെട്ടുപോയതാണ്. ഒരു ഗ്രാമത്തെ പൂർണ്ണമായും കൊള്ളക്കാർ നശിപ്പിച്ചായിരുന്നു. ഞാൻ ആ കൊള്ളക്കാരെ നശിപ്പിച്ചപ്പോ പോലീസ് ഞാൻ കൊള്ളക്കാരുടെ ഭാഗമാണെന്ന് കരുതി എന്നെ പിടിച്ച് ഇതിനകത്ത് ഇട്ടതാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരെ പരിചയപ്പെടുത്തുകയാണ്. ആ മുറിയിലുള്ള എല്ലാവരും ക്രൈം നടത്തിയത് കൊണ്ട് തന്നെയാണ് അകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആ ക്രൈം അവർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും രക്ഷിക്കാനോ നന്മയുടെ ഭാഗമായിട്ടോ ആണ്. അങ്ങനെ ആ മുറിയിലുള്ള ആളുകൾ പരസ്പരം പറഞ്ഞപ്പോ ആ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാള് ഉറക്കെ ചോദിച്ചു, ഏയ് ചെറുപ്പക്കാരാ,
നീ ശരിക്കും സ്വാധീനമുള്ള ആരെങ്കിലും എതിർത്തായിരുന്നു? അയാളുടെ ശബ്ദം കേട്ടതും കളിച്ചും ചിരിച്ചു നിന്ന ബാക്കിയുള്ള ആളുകൾ പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരും നിശബ്ദരായത് കണ്ടതും ഡസൻ ആ ചോദ്യം വന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരാളെ ചങ്ങല കെട്ടിരിക്കുകയാണ്. ഒരു എല്ലും തൊലിയുമായിട്ടുള്ള ഒരാളെന്ന് പറയാം. അയാളുടെ ഇരു കൈകളിലും കാലിലും ചങ്ങലയുണ്ട്, ഷോൾഡറിലും ചങ്ങലിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അയാളെ സൂക്ഷിച്ചു നോക്കിയ ഡസന് ഒരു കാര്യം ഉറപ്പായി. അയാൾ ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ഡിവൈൻ ലെവലിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് കടക്കാനായി അയാൾ റെഡിയായി നിൽക്കുകയാണ്. അത്രയും ശക്തനായ അയാളെയാണ് ചങ്ങല കെട്ടിരിക്കുന്നത്. ഡസൻ ആ മനുഷ്യനെ നോക്കിയിട്ട് അയാളോട് പറഞ്ഞു, താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി? ഹേയ് സുഹൃത്തെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപാട് ആളുകളെ കൊന്നതിന് ശേഷമാണ് ഇതിനകത്ത് എത്തിയത്. നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഒരേ ഒരാളെ കൊന്നത്. അങ്ങനെ കൊന്ന ആളെ ഇവിടെ ഈ ജയിലിനകത്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശരിക്കും സ്വാധീനമുള്ള ആരെങ്കിലുമായിട്ടും ഉടക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ഏതാ ജയിലെന്ന് മനസ്സിലായോ? ഇല്ല, ഏതാ ജയില്? സുഹൃത്തെ, ജയില് പോലും അറിയാതെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല, അവരെന്റെ കണ്ണ് കെട്ടിയാ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഈ ജയില് അസ്കാബാനാണ്. അസ്കാബാൻ എന്ന് കേട്ടപ്പോ ഡസന് ഒരു അതിശയം. നേരത്തെ സ്വിൻഡനിലെ ഡസന്റെ സുഹൃത്തായ ഹണ്ടർ ആൻഡേഴ്സിന്റെ ബന്ധു കൂടിയായ ഡൂവാൻ വെൽഷിനെ ആദം സ്പാനർ കൊണ്ടുപോയത് അസ്കാബാനിലേക്കാണെന്ന് അന്ന് ഡസൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ അസ്കാബാനിലാണ് ഇപ്പൊ താൻ എത്തിയിരിക്കുന്നത്. അസ്കാബാൻ എന്ന് കേട്ടിട്ടും ഡസന്റെ മുഖത്ത് വലിയ ഭാവമാറ്റൊന്നും ഇല്ലാത്തത് ആ മുറിയിലുള്ള പലരും ശ്രദ്ധിച്ചു. സുഹൃത്തെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ പണം വല്ലതും ഉണ്ടോ? എന്തിനാ? അതറിയത്തില്ലേ? ഇവിടെ വരുന്ന എല്ലാവർക്കും ആദ്യം 50 അടി കിട്ടും. നല്ല ചാട്ട കൊണ്ടുള്ള അടിയാണ്. ആ അടിയുടെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ജയിലർക്കും അയാളുടെ കൂടെയുള്ള ഓഫീസേഴ്സിനും കൈക്കൂലി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. കൈക്കൂലി കൊടുക്കാനായിട്ട് പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അടി കൊണ്ട് നിങ്ങൾ ചത്തുപോയേ ഉള്ളൂ. നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ട് കുറച്ച് പണം സംഘടിപ്പിക്കുകയും ഇല്ലെങ്കിൽ അടി കൊണ്ട് പെട്ടുപോകും. ഡസ്റ്റിനെ ആ ജയിലിനകത്തുള്ള ഓരോ ആളുകളായി ഉപദേശിച്ചു തുടങ്ങിയാണ്. പെട്ടെന്ന് ആ വയസ്സായ മനുഷ്യൻ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങളുടെ പേര്? എന്റെ പേര് ഡസ്റ്റിൻ എന്നാണ്. ഡസ്റ്റിൻ റൈസ്. കൊള്ളാം, നല്ല പേര്. ഡസ്റ്റിൻ റൈസ്, നിങ്ങളെ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ചേർക്കുകയാണ്. ഗ്യാങ്ങിലേക്കോ? അതെ, ഇവിടെ എല്ലാ സ്ഥലത്തും ധാരാളം ഗ്യാങ്ങുകളുണ്ട്. പല പേരുകളിലാണ് ഗ്യാങ്ങുകൾ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് ഷാഡോ ഗ്രൂപ്പ് എന്നാണ്. ഷാഡോ ഗ്രൂപ്പിലെ നിങ്ങളെ കൂടി ഞങ്ങൾ അംഗമാക്കുകയാണ്. ഡസ്റ്റിൻ ആ മുറിയിലേക്ക് വന്ന് അധികം സമയം കഴിയുമ്പോൾ ഡസ്റ്റിനെ അവരുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ഡസ്റ്റിൻ റൈസും നന്മ ചെയ്തതുകൊണ്ടാണ് ജയിലിലെത്തിയിരിക്കുന്നത്. അവരെല്ലാവരും അങ്ങനെ എത്തിയവരാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോറിഡോറിന്റെ അറ്റത്തുനിന്ന് ആരൊക്കെയോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. നടന്നു വരുന്ന ആളുകളുടെ ശബ്ദം ഈ അറ്റത്തുവരെ കേൾക്കാൻ ഒരു കാരണമുണ്ട്. നടന്നു വരുന്ന ആളുടെ കൂട്ടത്തിൽ ഒരാൾ അയാളുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി അവിടെയുള്ള സെല്ലുകളിലെ ഗ്രില്ലിൽ പതുക്കെ തട്ടിത്തട്ടിയാ വരുന്നത്. മെറ്റൽ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം ഉണ്ടാവുമല്ലോ. ആ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട നിമിഷത്തിൽ മറ്റ് സെല്ലുകൾ പെട്ടെന്ന് നിശബ്ദമായി. പല സെല്ലിലെയും ആളുകൾ അലറി വിളിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് നിൽക്കുകയാണ്. അവരെ ഭയപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള ആരോ ഒരാളാണ് നടന്നു വരുന്നതെന്ന് വ്യക്തം. അയാൾ നടന്നു വരുന്ന ശബ്ദം അടുത്തടുത്ത് വരുന്ന കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എന്റെ പേര് ആൽഡിൻ കോർണലിയസ് എന്നാണ്. ഞാൻ ഡസ്റ്റിനോട് ഒരു കാര്യം പറയാം. ഈ വരുന്ന ആള് ഡസ്റ്റിനെ തല്ലാതിരിക്കണമെങ്കിൽ ഡസ്റ്റിൻ അയാൾക്ക് പണം ഓഫർ ചെയ്തേ പറ്റൂ. കോർണലിയസ് അത് പറഞ്ഞതും അനവധി ഓഫീഷ്യൽസ് അവിടെ എത്തി. പ്രിസൺ ഓഫീസേഴ്സ് ആണ് എല്ലാവരും. നല്ല ഒത്ത ബോഡിയുള്ള ഒരു 6 ആളുകളും അവരുടെ മുന്നിലായി അല്പം കുടവയറുള്ള നന്നായി ഡ്രസ്സ് ചെയ്ത ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. അയാളാണ് ഫസ്റ്റ് പ്രിസൺ ഓഫീസർ. അയാൾ കോർണലിയസ് കിടക്കുന്ന ആ സെല്ലിലേക്ക് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഒരു പുതിയ കക്ഷി വന്നല്ലോ, എവിടെ അയാൾ? ആ മനുഷ്യൻ അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ കൈ ഉയർത്തി അയാളോട് പറഞ്ഞു, ഞാനാണ്. ഓ, എന്താ നിന്റെ പേര്? എന്റെ പേര് ഡസ്റ്റിൻ എന്നാണ്. ഓക്കെ, ഡസ്റ്റിൻ റൈസ് അല്ലേ? അതെ. മിസ്റ്റർ ഡസ്റ്റിൻ റൈസ്, ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. സാർ, അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ ചടങ്ങ് ഭംഗിയായി നടത്തണോ മോശമായി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. സാർ, അങ്ങ് എന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു അല്ലേ? നീ മിടുക്കനാണല്ലോ, നിനക്ക് കാര്യം മനസ്സിലായല്ലോ. അത് തന്നെയാണ്. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ കുറയും. സാർ, എന്റെ കയ്യിൽ ഒന്നുമില്ല. സാർ, നിന്റെ കയ്യിൽ ഒന്നുമില്ലേ? പണം ഒന്നുമില്ലേ? സാർ, ഒരു പണവും ഇല്ല. സാർ, പണം ഇപ്പൊ ഇല്ലെങ്കിൽ നീ നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വിളിച്ച് പണം സംഘടിപ്പിക്കുക. സാർ, എനിക്ക് പണമുള്ള ബന്ധുക്കൾ എന്ന് പരിചയമില്ല. സാർ, പണമൊന്നുമില്ലെന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരു കാര്യം ചെയ്യേ, ഇവനൊരു 80 അടി കൊടു. സാർ, സാധാരണ 50 സാർ തരുന്നത്, ഇതിപ്പോ 80. നീ എന്നെ ചോദ്യം ചെയ്യുന്നു. ഒരാൾക്ക് എത്ര ചാട്ടമാർ അടി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? ഡസ്റ്റിനെ വിരട്ടാൻ വേണ്ടി അയാളൊരു സംഭവം ശൈലി ഡസ്റ്റിനോട് സംസാരിച്ചിട്ട്
അയാളുടെ കൂടെയുള്ള ഓഫീസേഴ്സിനോട് പറഞ്ഞു ഗ്രില്ല് തുറക്ക്. അവര് ഗ്രില്ല് തുറന്നു. ഡസൻ ആ ഗ്രില്ലിനകത്ത് നിൽക്കുകയാണ്. ഗ്രില്ലിന് അകത്ത് നിൽക്കുന്ന ഡസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡേയ്, ഇവിടെ എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്നതാണ് നിയമം. നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അതിനാർക്ക് തടയാൻ പറ്റില്ല. സാർ, അങ്ങ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ, അങ്ങക്ക് എങ്ങനെ ഈ നിയമം ഇങ്ങനെ കയ്യിലെടുക്കാൻ കഴിയുക? നീ എന്നെ നിയമം പഠിപ്പിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിയമം ഞാനാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ കൂടെ നിൽക്കുന്ന ഓഫീസേഴ്സിനോട് പറഞ്ഞു, അവനെ പിടിച്ചുകൊണ്ടുവാ, എന്നിട്ട് അവനെ കാര്യമായിട്ടൊന്ന് സൽക്കരിക്കുക, നമ്മുടെ ചാട്ട എങ്ങനെയുണ്ടെന്ന് അവനൊന്ന് അറിയട്ടെ. അങ്ങനെ ആ പ്രിസൺ ഓഫീസർ പറഞ്ഞതും ഡസൻ അയാളോട് പറഞ്ഞു, ഏയ്, അതൊക്കെ പ്രശ്നമാകുമെന്നോ, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ പറഞ്ഞതും അയാളുടെ കൂടെയുള്ള ഓഫീസേഴ്സ് ഡസനെ പിടിക്കാനായി ആ ജയിൽ മുറിക്കകത്തേക്ക് കയറിയതും ഒരേ നിമിഷത്തിലാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ നന്നായി വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അയാൾ മാത്രമല്ല, ഡസന്റെ മുറിയിലുള്ള ബാക്കി ആളുകളും ഒന്ന് ഞെട്ടി. കാരണം ഡസനെ പിടിക്കാൻ വന്ന ആ പ്രിസൺ ഓഫീസേഴ്സ് 6 പേരും ഇപ്പോ ആ കോറിഡോറിൽ തറയിൽ കിടക്കുകയാണ്. ചിലരൊക്കെ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്, ചിലരൊക്കെ മറന്നു കിടക്കുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ മിനിറ്റിൽ അവിടെ സംഭവിച്ചതെന്ന് ആ ഫസ്റ്റ് ഓഫീസർക്ക് സത്യത്തിൽ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഡസൻ റൈസിനെ അയാളുടെ സബോർഡിനേറ്റ്സ് മർദ്ദിക്കുന്ന കാണാൻ വേണ്ടി അയാൾ ഒരു നല്ല പ്ലേസിലേക്ക് നീങ്ങി നിന്നതാണ്. അങ്ങനെ നീങ്ങി നിൽക്കുമ്പോൾ അയാൾ ഡസൻ റൈസിനെ തിരിഞ്ഞ് അയാൾ ആ ചുവരിലേക്ക് വന്നപ്പോ അയാളുടെ ഇടതുവശത്തും വലതുവശത്തുമായി ആ പ്രിസൺ ഓഫീസേഴ്സ് വന്ന് വീണത് അയാൾ കണ്ടു. എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ അയാൾ ഞെട്ടി തിരിയുമ്പോൾ അയാൾ കാണുന്നത് തറയിൽ കിടക്കുന്ന അയാളുടെ അനുയായികളെയാണ്, അയാളുടെ സബോർഡിനേറ്റ്സിലെയാണ്. പക്ഷെ ഈ രംഗം ലൈവായി കണ്ടത് ഡസനൊപ്പമുള്ള ആ ജയിലിലെ ബാക്കിയുള്ള ആളുകളാണ്. ആ ജയിൽ പുള്ളികൾ ശ്വാസം പിടിച്ചാണ് ആ രംഗം കണ്ടത്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രംഗത്തിന് ഒരു സാക്ഷിയായത്. ഡസൻ റൈസിനെ പിടിക്കാൻ വന്ന ആ പ്രിസൺ ഓഫീസേഴ്സിനെ ഡസൻ ഒന്ന് തല്ലി. കൃത്യം ഓരോ അടി വീതമാണ് ആ 6 പേർക്കും ഡസൻ കൊടുത്തത്. അതും നമ്മുടെ ജയിലിനകത്തുള്ള ആ ഷാഡോ ഗാർഡിലെ ആളുകൾ കണ്ടു. ഒരു നിമിഷം സകലതും നിശബ്ദമായി. പെട്ടെന്ന് കോർണലിയസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, എന്താ ഇത്? ഡസ്റ്റിൻ, ആരെ തല്ലിയത്? കോർണലിയസ് അത് പറഞ്ഞതും ആ കഷണ്ടി കയറിയ ആളും ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് എന്താ ചെയ്തത്? ഡസ്റ്റിൻ മാപ്പോറേ, ഫസ്റ്റ് ഓഫീസറോട് മാപ്പോറേ. കോർണലിയസും ആ കഷണ്ടിക്കാരനും അങ്ങനെ പറഞ്ഞതും ആ സെല്ലിനകത്തുള്ള ബാക്കി ആളുകളും ഒക്കെ ഡസ്റ്റിനോട് ആ ഫസ്റ്റ് ഓഫീസറോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഡസൻ റൈസ് സെല്ലിൽ നിന്നിറങ്ങി ആ ഫസ്റ്റ് ഓഫീസറുടെ അടുത്തെത്തിയിരുന്നു. ഫസ്റ്റ് ഓഫീസറെ ഡസൻ ഇടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോർണലിയസും സെല്ലിനകത്തുള്ള ബാക്കി ആളുകളും ഡസ്റ്റിനോട് അയാളോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടത്. ഡസൻ ആ ഫസ്റ്റ് ഓഫീസറെ ഇടിക്കാനായി ഉയർത്തിയ കൈ പതുക്കെ താഴ്ത്തി. ഡസന് കൈ താഴ്ത്തുന്ന കണ്ടതും ആ ഫസ്റ്റ് ഓഫീസർ ഒന്ന് ചിരിച്ചു. നിനക്ക് ഭയമുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ആ ഫസ്റ്റ് ഓഫീസർ ആ ഷാഡോ ഗാർഡ് ആളുകളെ നോക്കുമ്പോൾ ഡസൻ സെല്ലിന്റെ പുറത്തുനിന്ന് വീണ്ടും സെല്ലിനകത്തേക്ക് നടക്കുകയാണ്. ആ സമയത്ത് ആ ഫസ്റ്റ് ഓഫീസർ അയാളുടെ കയ്യിലിരുന്ന ആ ഇരുമ്പ് വടി കൊണ്ട് ഡസന്റെ തലയിലേക്ക് ആഞ്ഞൊരൊറ്റയാടി. സെല്ലിനകത്തേക്ക് കാല് വെക്കാൻ പോയ ഡസന്റെ തലയിലേക്ക് അയാൾ ആഞ്ഞടിക്കുന്നത് ഡസന്റെ കൺകോണിലൂടെ കണ്ടു. ഡസൻ പെട്ടെന്ന് ഒന്ന് മാറിയെന്ന് മാത്രമല്ല, ഡസൻ ആ വേഗതയിൽ ഒന്ന് തിരിഞ്ഞ് വലത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി ആ ഫസ്റ്റ് ഓഫീസറുടെ വയറ്റിൽ തന്നെ ആ ഇടി കൊണ്ടതും ഫസ്റ്റ് ഓഫീസർ ആ സെല്ലിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് പൊങ്ങി. അയാൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് പൊങ്ങി മുകളിലത്തെ സീലിംഗിൽ ഇടിച്ച് താഴേക്ക് ടബൂന്ന് വന്ന് വീണു. അവിടെ വീണ അയാൾ ഒന്ന് അനങ്ങി നിശ്ചലമായി. അയാളെ ഒന്ന് നോക്കിയിട്ട് ഡസൻ വീണ്ടും സെല്ലിനകത്തേക്ക് കയറിയ ഡസൻ ആ ഗ്രില്ലങ്ങ് അടക്കുകയും ചെയ്തു. ഡസൻ കൂളായിട്ട് ഗ്രില്ലിന്റെ അടുത്തുനിന്ന് നടന്നു വന്ന് ഒരു ചുവരിൽ ചേർന്ന് അവിടെ ഇരിക്കുകയാണ്. ഷാഡോ ഗാർഡ് അംഗങ്ങൾ ആ രംഗം കണ്ട് അല്പനേരം മിണ്ടാതിരുന്നു. പെട്ടെന്ന് കോർണലിയസ് ഡസ്റ്റിനോട് പറഞ്ഞു തുടങ്ങിയാണ്, ഡസ്റ്റിൻ, ഇത് തീ കടുത്തുപോയി. ഡസ്റ്റിൻ ആരെ തല്ലിയെന്നറിയാവോ? കോർണലിയസ് അങ്ങനെ ചോദിച്ചതും ആ മൊട്ടത്തലയൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആ ഫസ്റ്റ് ഓഫീസർ ഈ അസ്കാബാനിലെ വാർഡന്റെ ബ്രദറിലെയാണ്. ഈ ഫസ്റ്റ് ഓഫീസറുടെ സഹോദരിയാണ് വാർഡൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ മൊട്ടത്തലയൻ അങ്ങനെ പറഞ്ഞിട്ടും ഡസ്റ്റിന്റെ മുഖത്ത് വലിയ ഭാവമൊന്നുമില്ല. അത് കണ്ടത് കോർണലിയസ് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ വാർഡൻ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്, അയാളൊരു ഭീകരനാണ്. അയാളാണ് എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കോർണലിയസിനെ ഈ പരുവത്തിലേക്ക് തളച്ചത് ഗ്രാൻഡ് മാസ്റ്ററായ വാർഡനാണെന്ന് അയാൾ പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ആ ഭയം നിഴലിക്കുന്നത് ഡസ്റ്റിന് കാണാം. ശരിക്കും ഒരു പേടി വാർഡനെ കുറിച്ച് പറയുമ്പോൾ സകലർക്കും ഉണ്ട്. സകല ആളുകളും ഡസ്റ്റിനോട് ആ കാര്യം പറയുകയാണ്, ഡസ്റ്റിൻ, നിനക്ക് ഞാൻ ഒരു സഹായം ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മൊട്ടത്തലയൻ ഒരു കത്തി
ഡസ്റ്റിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ശരിക്കും മൂർച്ചയുള്ള ഒരു കത്തിയാണ്. ആ കത്തി ഡസ്റ്റിന് അടുത്തേക്ക് നിരങ്ങി വന്നതും ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, ഹേയ് എനിക്കിതൊന്നും വേണ്ട. ഹേയ് ഡസ്റ്റിൻ, നിനക്കത് വേണ്ടി വരും. നിന്നെ ആ വാർഡൻ എന്തായാലും കൊല്ല ചെയ്യും. സഹിക്കാൻ പറ്റാതാവുമ്പോ നീ കത്തി ഉപയോഗിച്ച് നിന്റെ കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ആകുമ്പോ വേദന അധികം അറിയത്തില്ല. അയാൾ ആ കത്തി നീക്കിയിട്ട് കൊടുത്തപ്പോ ഡസ്റ്റിൻ വിചാരിച്ചത് ഒരു സുരക്ഷയ്ക്കായി ആ കത്തി ഉപയോഗിക്കാൻ പറയൂന്നാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഡസ്റ്റിനെ ആത്മഹത്യ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് അയാൾ ആ കത്തി കൊടുത്തതെന്നാണ്. എന്ത് മറുപടിയാണ് അതിന് പറയേണ്ടതെന്നറിയാതെ ഡസ്റ്റിൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ചർച്ച നടക്കുകയാണ്. കോർണലീസിനോടായി ആ മൊട്ട പറഞ്ഞു, സർ കോർണലീസ്, നമ്മൾ എന്തായാലും തീരും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ? ഹേയ്, രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒത്തിരി ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകൾ കടന്ന് ഒരിക്കലും നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. അതുമല്ല, ആ വാർഡൻ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്, അതിശക്തനാണ്. അയാളെ കടന്ന് നമുക്ക് എന്തായാലും പുറത്തു പോകാൻ കഴിയില്ല. കോർണലീസ് അങ്ങനെ പറയുമ്പോൾ ആ ഷാഡോ ഗ്രൂപ്പിലെ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പിന്നെ പറയുകയാണ്. എങ്ങനെയും ഡസ്റ്റിനെ രക്ഷിക്കണമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഈ ചർച്ച അവിടെ അങ്ങനെ നടക്കുമ്പോൾ മിൽസ്ബർഗിലെ ഒരു ബംഗ്ലാവിൽ ചെസ് മത്സരം നടക്കുകയാണ്. ചെസ് മത്സരം നടക്കുന്നത് ജനറൽ സ്കാർലറ്റ് സ്പാനറും ഡെപ്യൂട്ടി ജനറൽ ജോർജിയും തമ്മിലാണ്. സ്കാർലറ്റിന് മുന്നിൽ രാജാവും 2 കാലകളും മാത്രമേ ഉള്ളൂ. മറുഭാഗത്ത് കുറച്ചുകൂടി കരികളുണ്ട്. സ്കാർലറ്റ് ഏതാണ്ട് പെട്ടു എന്ന് ഉറപ്പായ നിമിഷമാണ്. പെട്ടെന്ന് സ്കാർലറ്റ് ജോർജിയോട് പറഞ്ഞു, ചെക്ക്. സ്കാർലറ്റ് ചെക്ക് പറഞ്ഞപ്പോ ജോർജ് ഒന്ന് ഞെട്ടി. ഏയ് മാഡം, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. രാജാവിന് ഒരു കാലേ പോകാൻ പറ്റൂ. ഹേയ് ജോർജിയ, സാധാരണ രാജാവും എന്റെ രാജാവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ രാജാവിന് ഇഷ്ടം പോലെ മൂവ് ചെയ്യാൻ പറ്റും. ഏയ് മാഡം, അങ്ങനെ പറ്റത്തില്ല. ചെസ്സിൽ അങ്ങനെ നിയമമില്ല. നോക്ക്, ഇത് ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ നിയമങ്ങൾ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യണം. അതേ സമയത്ത് നമ്മുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തണം. ജനറൽ സ്കാർലറ്റ് സ്പാനർ അങ്ങനെ പറഞ്ഞപ്പോ ജോർജിയ അന്തം വിട്ട് സ്കാർലറ്റ് നോക്കുകയാണ്. ഏയ് മാഡം, ഇത് കള്ളക്കളിയാണ്. ഏയ് ജോർജിയ, കള്ളക്കളി എന്നുള്ളൊരു കളിയൊന്നും ഒരു ഗെയിമിലും ഇല്ല. എല്ലാം നല്ല കളിയാണ്. സ്കാർലറ്റ് വളരെ സീരിയസ് ആയിട്ടാണ് ജോർജിയോട് അങ്ങനെ പറയുന്നത്. എന്ത് പറയണമെന്നറിയാതെ ജോർജിയ അന്തം വിട്ട് സ്കാർലറ്റിനെ നോക്കുമ്പോൾ ബ്രിജിത്ത് നേരെ അകത്തേക്ക് വന്നു. ബ്രിജിത്ത് സ്കാർലറ്റിനോട് പറഞ്ഞു, മാഡം, ഞാൻ ആളെ കണ്ടുപിടിച്ചു. മാഡം, അയാളിപ്പോ തടവിലാണ്. തടവിലോ? എവിടെ? മാഡം, അസ്കാബാനിലാണ്. അസ്കാബാനിൽ സാക്ഷാൽ ലോഗൻ റൈസിനെ തടവിലിട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടതും സ്കാർലറ്റ് സ്പാനറുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി ചിതറുകയാണ്. സ്കാർലറ്റ് ചാടി എണീറ്റു. ഈ നിമിഷത്തിൽ ഹാർമൺ എസ്റ്റേറ്റിൽ നടാഷ ഹാർമണും ഹെക്ടറും കൂടി ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അച്ഛൻ എന്തായി പറയുന്നത്? കേറ്റ് എങ്ങനെ ടൈലർ വിവാഹം കഴിക്കും? മോളെ, ഞങ്ങളത് ഡിസൈഡ് ചെയ്തു. കേറ്റ് നേരത്തെ അങ്ങനെ പ്രപ്പോസൽ വെച്ചതല്ലേ. ഇപ്പോ ടൈലറുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ മറുപടി വന്നിരിക്കുകയാണ്. ഹാർമൺ കുടുംബം നേരത്തെ വെച്ച പ്രപ്പോസൽ ഇപ്പോൾ ടൈലർ അംഗീകരിച്ചിരിക്കുകയാണ്. കേറ്റിനെ വിവാഹം കഴിക്കാൻ ടൈലർക്ക് സമ്മതമാണെന്നാണ് ടൈലർ അറിയിച്ചിരിക്കുന്നത്. അച്ഛാ, ഇതെങ്ങനെ ശരിയാകും? ആ ടൈലർ നമ്മുടെ കുടുംബത്തെ ചതിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വന്നിരിക്കുന്നത്? ആ കേറ്റ് എന്ത് കേട്ടിട്ടാ ഇതിന് തയ്യാറാകുന്നത്? ആ കേറ്റ് അല്ലെങ്കിലും വല്ലാത്തൊരു അത്യാർത്ഥി ഉള്ളവളാണ്. ഗ്രാൻഡ് കുടുംബവുമായി ഒരു ബന്ധമുണ്ടാക്കാൻ കേറ്റ് മനഃപൂർവ്വം ടൈലറെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാണെന്ന് നടാഷയ്ക്ക് അറിയാം. നടാഷയും ഹെക്ടറും കൂടി കേറ്റും ടൈലറും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂത്ത് അങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. എന്താ മോളെ? അച്ഛാ, ഡസ്റ്റിനെ അറസ്റ്റിലായി. ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്തെന്നു. എന്തിന്? എവിടെ? അച്ഛാ, നെക്കോൾസൺ കുടുംബക്കാരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. നെക്കോൾസൺ കുടുംബം പരാതി കൊടുത്തുന്നു. എന്ത് പരാതി? കാർഡൽ ഗ്രൂപ്പിലെ വൈസ് ചെയർമാൻ ഹാങ്ക് ഹോപ്പ്മാൻ കൊല്ലപ്പെട്ടു. ആ കൊല നടത്തിയത് ഡസ്റ്റിനാണെന്ന് പറഞ്ഞാണ് നെക്കോൾസൺ ഫാമിലി പരാതി കൊടുത്തിരിക്കുന്നത്. ആ ഡാലി അവിടെ ഇല്ലേ? ഡാലിക്ക് ഒരാളെ പോലും രക്ഷിക്കാൻ പറ്റില്ലേ? നടാഷ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. മോളെ, ഇപ്പൊ ഡസ്റ്റിൻ എവിടെയുണ്ട്? അച്ഛാ, ഡസ്റ്റിനെ അസ്കാബാനിലാണ് അടച്ചിരിക്കുന്നത്. അസ്കാബാനിലോ? നടാഷയും ഹെക്ടറും ഒരുപോലെ ആ വാക്ക് കേട്ട് ഞെട്ടുകയാണ്. അസ്കാബാൻ. അസ്കാബാനിലേക്ക് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. എക്സിറ്റ് ആകണമെങ്കിൽ ആ ആള് മരിക്കണം. ഡെഡ് ബോഡി മാത്രമേ അവിടുന്ന് പുറത്തേക്ക് വരൂ. അകത്തേക്ക് പോയ ഒരു തടവുകാരനും ജീവനോടെ അസ്കാബാനിൽ നിന്ന് പുറത്തു വന്ന ചരിത്രമില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഹെക്ടറും നടാഷയും ഞെട്ടുന്നത്. ഏയ് നടാഷ, ഇത് തികച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. സാധാരണ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിനുശേഷം അന്വേഷണം, തെളിവെടുപ്പ്, വിചാരണ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജയിലിലേക്ക് അയക്കുക. അതുവരെ ടൗണിലുള്ള ഏതെങ്കിലും ജയിലിൽ റിമാൻഡ് ചെയ്യേണ്ട പതിവ്. അസ്കാബാൻ പോലുള്ള ഒരു ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത ഉടൻ ഒരാളെ അയക്കാൻ ഒരു സാധ്യതയുമില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ കളിയുണ്ട്. അങ്ങനെ എളുപ്പം അസ്കാബാനിലേക്ക് സാധാരണഗതിയിൽ ഈ ശൈലിയിൽ ഒരു പ്രതിയെ അയക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഹെക്ടർ പറഞ്ഞതും നടാഷ ഹെക്ടറോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഗ്രാൻഡ് പേ ഒന്ന് കാണട്ടെ. ഗ്രാൻഡ് പാ ആൻഡ്രൂ ഹാർമണെ കാണാൻ വേണ്ടി നടാഷ വേഗം മുറിന്ന് പുറത്തിറങ്ങി. ഈ സമയത്ത് അസ്കാബാനിലെ ആ സെല്ലിനകത്ത് ഡസ്റ്റിനൊപ്പമുള്ള ഷാഡോ ഗ്രൂപ്പിലെ ആളുകൾ ഡസ്റ്റിനെ രക്ഷപ്പെടുത്താനുള്ള
മാർഗങ്ങൾ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റിൻ അവരടുത്ത് വന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ ഡസ്റ്റിനോട് അവർക്കൊരു അടുപ്പം തോന്നുകയാണ്. ഡസ്റ്റിൻ ആൾ അവർ വിചാരിച്ച പോലെയല്ല, ലേശം ദേഷ്യക്കാരനാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെല്ലാരും ഭയത്തോടെ കാണുന്ന ഒരു നിമിഷം വരാൻ പോവുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ഗാർഡുകളുടെ ഷിഫ്റ്റ് മാറും. നേരത്തെ അവിടെ എത്തിയ ആ 6 ഗാർഡുകൾക്ക് പകരം പുതിയ 6 ഗാർഡുകൾ വരും. ആ ഗാർഡുകൾ അവിടേക്ക് വരുമ്പോൾ അവിടെ തറയിൽ കിടക്കുന്ന മറ്റ് ഗാർഡുകളെ കാണും. സ്വാഭാവികമായിട്ടും അന്വേഷണം ആരംഭിക്കും. ആ അന്വേഷണം ഷാഡോ ഗ്രൂപ്പിലേക്ക് തന്നെ കടന്നു വരും. അവർക്കെല്ലാവർക്കും പൊതുവെ തല്ലുകിട്ടാൻ പോവുകയാണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അവർക്കെല്ലാവർക്കും ക്രൂരമായ ശിക്ഷ വരാൻ പോവുകയാണ്. അതിൽ അവർക്കാർക്കും വിഷമമൊന്നുമില്ല. പക്ഷേ ഡസ്റ്റിന്റെ കേസിൽ അവർക്ക് ശരിക്കും വിഷമമുണ്ട്. ഡസ്റ്റിന്റെ കാര്യം വാർഡൻ അറിഞ്ഞാൽ വാർഡൻ ഡസ്റ്റിനെ കൊല ചെയ്യും. ഡസ്റ്റിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആ ഷാഡോ ഗ്രൂപ്പ് അംഗങ്ങൾ പലതരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഡസ്റ്റിൻ സാവധാനം ചുവരിലേക്ക് ചാരി നല്ല ഉറക്കമായി. ഡസ്റ്റിന് ആ ചർച്ചയിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് ആ ഉറക്കം വിളിച്ചു പറയുകയാണ്. ഏകദേശം ഒരു മണിക്കൂറിലാവും. ഈ സമയത്ത് അസ്കാബാനിലെ വാർഡന്റെ മുറിയിൽ സാക്ഷാൽ റോസ്വെൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ജയിലിലെ വാർഡനാണ് റോസ്വെൽ. അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ആരും ഭയത്തോട് മാത്രം പറഞ്ഞു പോകുന്ന പേരാണ് KS റോസ്വാൽ. റോസ്വാൽ അന്നത്തെ ഫയലൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ അകത്തേക്ക് വന്നു. സർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? സർ, അദ്ദേഹം മിസ്റ്റർ സിനോസിന്റെ ഫസ്റ്റ് ഓഫീസറാണ്. സിനോസിന്റെ ഫസ്റ്റ് ഓഫീസർ എന്ന് കേട്ടപ്പോ വാർഡനും ഒരു കൗതുകം. മിസ്റ്റർ സിനോസ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ഇങ്ങോട്ട് അയച്ചു. എന്തിനാ അത്? സർ, എനിക്കറിയത്തില്ല. എന്തായാലും അയാൾ വരാൻ പറയാം. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു ഗ്രേ സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നു. അയാൾ വൈസ്രോയി ജോർജ് സിനോസിന്റെ ഫസ്റ്റ് ഓഫീസറാണ്. ഹലോ മിസ്റ്റർ റോസ്വെൽ, ഞാൻ മിസ്റ്റർ സിനോസ് പറഞ്ഞിട്ട് വന്നതാണ്. എന്താ കാര്യം പറയൂ. സർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇവിടെ സെല്ല് അടച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഹലോ ഫസ്റ്റ് ഓഫീസർ, നിങ്ങൾ ഈ പറയുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. മിസ്റ്റർ റോസ്വെൽ, മിസ്റ്റർ സിനോസ് പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാ ഞാൻ വന്നത്. നോക്കൂ മിസ്റ്റർ ഓഫീസർ, എനിക്ക് വൈസ്രോയിയോട് ശരിക്കും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ വൈസ്രോയി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതങ്ങനെ ചെയ്യും. ബെലോർമ മേഖലയുടെ സമ്പൂർണ്ണ അധികാരിയാണ് വൈസ്രോയി ജോർജ് സിനോസ്. സൈന്യവും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കീഴിലല്ലാത്തൊരു സ്ഥാപനമാണ് ഈ അസ്കാബാൻ. അസ്കാബാൻ മാത്രമല്ല, മിക്കവാറും ഉള്ള എല്ലാ ജയിലുകളും മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആൻഡ് പണിഷ്മെന്റിന്റെ കീഴിലാണ്. നിയമവും ശിക്ഷയും നടപ്പിലാക്കാനായി ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിൽ വലിയ സിസ്റ്റവും ഉണ്ട്. അവരുടെ കീഴിലാണ് ഈ അസ്കാബാൻ ജയിൽ വരുന്നത്. അത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലാണ്. നമ്മുടെ കേരളത്തിൽ EDയും CBI ഒക്കെ വരുമ്പോൾ കേരള സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ പറ്റാത്തതുപോലെ അവിടെയും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കേന്ദ്ര ഭരണകൂടമാണ് അസ്കാബാൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസ്കാബാന്റെ ആ വാർഡന് ബെലോർമ മേഖലയുടെ മുഴുവൻ അധികാരവും കൈയാളുന്ന ജോർജ് സിനോസിനെ അംഗീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. വാർഡൻ റോസ്വെൽ അങ്ങനെ പറഞ്ഞതും ആ ഫസ്റ്റ് ഓഫീസർ വാർഡനോട് പറഞ്ഞു, മിസ്റ്റർ റോസ്വെൽ, ഞാൻ പറഞ്ഞല്ലോ സർ, സിനോസിന് വ്യക്തിപരമായി താല്പര്യമുള്ള ആളാണ് അകത്തുള്ള മിസ്റ്റർ ഡസ്റ്റിൻ. നിങ്ങൾ എന്നോട് പറയുന്നത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാനല്ലേ? നിയമവിരുദ്ധമായ കാര്യം ഞാൻ ചെയ്താൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാകുമോ? അല്ലെങ്കിൽ മിസ്റ്റർ സിനോസ് ഉത്തരവാദിയാകുമോ? ലോ ആൻഡ് പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കോടതികളിൽ വിചാരണ നടത്തി ശിക്ഷിച്ചിരിക്കുന്ന ആളുകളെ സൂക്ഷിക്കലാണ് അസ്കാബാൻ പോലുള്ള ജയിലുകളുടെ ഡ്യൂട്ടി. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ വൈസ്രോയി പറഞ്ഞതുകൊണ്ട് തുറന്നു വിടണമെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അതാണ് വാർഡന്റെ ചോദ്യം. വാർഡന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാനായി ആ ഫസ്റ്റ് ഓഫീസർ വാ തുറക്കുമ്പോൾ നേരത്തെ അദ്ദേഹത്തെ അവിടെ എത്തിച്ച ആ ഉദ്യോഗസ്ഥർ വീണ്ടും ഓടി വന്നു. സാർ, പുറത്ത് പ്രശ്നമാണ്. പ്രശ്നമോ? എന്ത് പ്രശ്നം? സാർ, നമ്മുടെ ഗാർഡുകളൊക്കെ തല്ലുകയാണ്. നമ്മുടെ ഗാർഡുകളെ തല്ലുന്നു. ആരാ അത് ചെയ്യുന്നത്? സാർ, ഒരു ലേഡിയാണ്. സാർ, ലേഡിയോ? ആരായാലും കുഴപ്പമില്ല, നമ്മൾ ആ 8 A's ഇറക്ക. അസ്കാബാനെ സംരക്ഷിക്കാനായി 8 A's എന്നുള്ള ഒരു ടീമുണ്ട്. 8 അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവിടെ ആ ജയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ രംഗത്തിറക്കാനാണ് അസ്കാബാന്റെ വാർഡൻ കൂടിയായ റോസ്വെൽ ആവശ്യപ്പെട്ടത്. ജയിലിലെ ആ ഉദ്യോഗസ്ഥന് അങ്ങനെ നിർദ്ദേശം കൊടുത്തതിന് ശേഷം വീണ്ടും വാർഡൻ റോസ്വെൽ വൈസ്രോയി ജോർജ് സിനോസിന്റെ പ്രതിനിധിക്ക് നേരെ തിരിഞ്ഞു. അദ്ദേഹത്തോടായി വാർഡൻ പറഞ്ഞു, നോക്ക്, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
വൈസ്രോയി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ എന്നോട് ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആ ഫസ്റ്റ് ഓഫീസർ വാർഡനെ കഴിവിന്റെ പരമാവധിയൊക്കെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ വാർഡൻ ദേഷ്യത്തോടുകൂടി ഫസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഇതുവരെ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നിട്ട് എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്യുന്ന ശൈലി ഈ സംസാരിക്കുന്നത് അനുവദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വൈസ്രോയുടെ ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം ശാന്തമായി നിങ്ങളോട് മറുപടി പറഞ്ഞത്. വാർഡൻ അത് പറഞ്ഞതും പെട്ടെന്ന് അയാളുടെ മുകളിലുള്ള സീലിംഗ് തകരുന്ന ശബ്ദം കേട്ടു. വൻ ശബ്ദത്തോടുകൂടി സീലിംഗ് അടർന്ന് താഴേക്ക് വീഴുകയാണ്. എന്താണ് സംഭവമെന്ന് വാർഡനോ ആ ഗ്രേ നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച ജോർജ് സിനോസിന്റെ പ്രതിനിധിക്കോ മനസ്സിലാക്കും മുമ്പ് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണു. അയാൾ വാർഡന്റെ മേശപ്പുറത്തേക്കാണ് വീണത്. മേശപ്പുറത്തേക്ക് അയാൾ വീണ ആ നിമിഷത്തിൽ മുകളിലുള്ള സീലിംഗിൽ പല ഭാഗവും അടർന്ന് പിന്നെയും ആളുകൾ താഴേക്ക് വീണു തുടങ്ങി. മുകളിലുള്ള സീലിംഗ് അടർന്ന് വീഴുന്നതിനോടൊപ്പം ആളുകൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ശരിക്കും പൊടിയും ഉണ്ടാവുകയാണ്. ആ പൊടി ഒന്ന് അടങ്ങിയപ്പോ വാർഡനും ആ ഗ്രേ സ്യൂട്ട് ധരിച്ച ആളും നേരത്തെ അവിടേക്ക് വന്ന ആ ജയിലിലെ ആ ഉദ്യോഗസ്ഥനും വളരെ വ്യക്തമായി ആ കാഴ്ച കാണുകയാണ്. തറയിൽ ഒരു 8 പേര് കിടപ്പുണ്ട്. തറയിൽ കിടക്കുന്ന ആളുകളെ കണ്ട വാർഡൻ ഒന്ന് ഞെട്ടി. അസ്കാബാനിലെ 8 AC-കൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളാണ് താഴെ കിടക്കുന്നത്. 8 ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവിടെ ഇങ്ങനെ താഴെ കിടക്കുകയാണ്. ആരാ ഇവരോട് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ വാർഡൻ ചോദിക്കുമ്പോഴേക്കും ഒരു ശബ്ദം കൂടി കേട്ടു. മുകളിൽ നിന്ന് ആരോ താഴേക്ക് ചാടി ശബ്ദമാണ് അവർ കേട്ടത്. ആ പൊടിയുടെ ഇടയിൽ കൂടി ഒരു ചുവപ്പും അവർ കണ്ടു. ആ പൊടിയൊന്ന് അടങ്ങിയപ്പോ വാർഡൻ തൊട്ടു മുന്നിൽ ഒരു സിൽവർ തലമുടിയുള്ള ചുവന്ന ട്രാക്ക് സൂട്ട് ധരിച്ച ഒരു സുന്ദരിയെ കാണുകയാണ്. ഏയ്, ആരാ നീ? ആ ചോദ്യത്തിന് മറുപടി പറയാതെ വന്ന സ്ത്രീ വാർഡനോട് പറഞ്ഞു, റിലീസ് ഡസ്റ്റിൻ. ഡസ്റ്റിനെ റിലീസ് ചെയ്യ് എന്നാണ് വന്ന ആള് പറഞ്ഞത്. ഏയ്, ആരെ കരുതിയാ നീ ഇവിടെ ആക്ഷേപിക്കുന്നത്? അങ്ങനെ വാർഡൻ ചോദിക്കുമ്പോൾ അയാളുടെ പുറത്ത് ശരിക്കൊരു ഊർജ്ജം ഉണ്ടാവുകയാണ്. അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്ററുടേതായ ഒരു ഊർജ്ജം അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ നിമിഷത്തിൽ നമുക്ക് ഒരു കാഴ്ച കൂടി കാണാൻ പറ്റുന്നുണ്ട്. ആ ചുവന്ന ട്രാക്ക് സൂട്ട് ധരിച്ചിരിക്കുന്ന ആ ലേഡി ഒന്ന് അനങ്ങുന്നതാണ് നമ്മുടെ ആ ഗ്രേ സൂട്ടുകാരനും ജയിലിലെ ആ ഓഫീസറും കണ്ടത്. ആ സ്ത്രീ ഒന്ന് അനങ്ങിയതിനൊരു റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് നമ്മൾ കാണുന്നത് വാർഡൻ നിന്ന സ്ഥലത്തിന് പുറകിലുള്ള ചുവരിലാണ്. ആ ചുവരിൽ വാർഡന്റെ രൂപം ഇങ്ങനെ പതിഞ്ഞു നിൽപ്പുണ്ട്. സാക്ഷാൽ ഗ്രാൻഡ് മാസ്റ്ററായ വാർഡൻ റോസ്വെൽ ആ ചുവരിൽ പതിഞ്ഞതിന്റെ അടയാളമാണ് നമ്മളിവിടെ കാണുന്നത്. അയാൾ നിന്നിടത്തുനിന്ന് അയാളെ തൂക്കിയെടുത്ത് സ്കാർലറ്റ് സ്പാനർ അയാളെ ചുവരിലേക്ക് ചേർത്തതാണ്. സ്കാർലറ്റ് ഒറ്റ കൈ കൊണ്ട് ആ വാർഡനെ എടുത്ത് ചുവരിലേക്ക് ഒരു ഒറ്റ എറിയായിരുന്നു. ചുവരിലേക്ക് അയാൾ ഇടിച്ചപ്പോ അവിടെ അയാളുടെ അതേ വലിപ്പത്തിൽ ഒരു അടയാളം ഉണ്ടാവുകയായിരുന്നു. മുന്നോട്ട് കുനിഞ്ഞു വീണ വാർഡൻ ചാടി എണീക്കുമ്പോൾ അയാളും ആ കാഴ്ച കണ്ടു. അയാളുടെ അതേ രൂപത്തിൽ ഒരു അടയാളം ചുവരിൽ പതിഞ്ഞു നിൽക്കുകയാണ്. അയാളുടെ മുതുക് ശരിക്കും വേദനിക്കുന്ന അയാൾക്ക് അറിയാം. അമ്പരപ്പോടെ വാർഡൻ റോസ്വെൽ ആ ലേഡിയോട് ചോദിച്ചു, ആരാ നിങ്ങൾ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ സ്കാർലറ്റ് അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു എംബ്ലം വലിച്ചെടുത്ത് ഒരൊറ്റ എറി. ആ എംബ്ലം ആ വാർഡന്റെ അടയാളം ഉണ്ടാക്കിയ അതേ ചുവരിൽ അങ്ങനെ പതിഞ്ഞു. ആ എംബ്ലത്തിലേക്ക് നോക്കിയ വാർഡൻ ശരിക്കും നടുങ്ങി. വാർഡൻ മാത്രമല്ല, അവിടെയുള്ള ആ ബാക്കി 2 പേരും. ഒരു ഓവൽ ഷേപ്പിലുള്ള എംബ്ലമാണ് അവിടെ ചുവരിൽ പതിഞ്ഞിരിക്കുന്നത്. ആ എംബ്ലത്തിൽ മുകൾ ഭാഗത്തായി ആർച്ച് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് പാന്തർ കാവലറി. ആ എംബ്ലത്തിന്റെ അടിഭാഗത്ത് ഓവൽ ഷേപ്പിൽ മറ്റൊരു വേർഡ് കൂടി ഉണ്ട്, ഡ്രാഗൺ മാർഷ്. നടുക്ക് 3 വാക്കുകളുണ്ട്, ഗോഡ് ഓഫ് വാർ. ഡ്രാഗൺ മാർഷിലെ ഗോഡ് ഓഫ് വാറിന്റെ എംബ്ലമാണ് അവിടെ അങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. ആ ഗോഡ് ഓഫ് വാറിന്റെ എംബ്ലത്തിലേക്കും മുന്നിൽ നിൽക്കുന്ന സ്ത്രീയിലേക്കും വാർഡൻ മാറി മാറി നോക്കുകയാണ്. വാർഡൻ മാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ഓഫീസറും അതുപോലെ ആ ജയിലിലെ ഉദ്യോഗസ്ഥനും മാറി മാറി നോക്കുകയാണ്. ശരിക്കും അവിശ്വസനീയതയോടുകൂടിയാണ് വാർഡൻ ഇപ്പോ മുന്നിൽ നിൽക്കുന്ന ആളെ കാണുന്നത്. പെട്ടെന്ന് അയാളുടെ സംഭാഷണത്തിൽ ഒരു മാറ്റം വരികയാണ്. മൈ ലേഡി, എന്താ ഇത്? ആരാ നീ എന്നൊക്കെയുള്ള സംഭാഷണം പെട്ടെന്ന് മൈ ലേഡി എന്ന വേർഡിലേക്ക് മാറുകയാണ്. സ്കാർലറ്റ് വാർഡൻ റോസ്വെല്ലിനോട് പറഞ്ഞു, ഡസൻ റൈസിനെ മോചിപ്പിക്കുക. മാഡം, അത് പിന്നെ നിയമം എന്നേ അയാൾ പറഞ്ഞുള്ളൂ. ആ സമയത്ത് സ്കാർലറ്റിന്റെ മുതുകിലുണ്ടായിരുന്ന വാളിന്റെ അറ്റം ഇപ്പോ ജയിലിന്റെ കഴുത്തിലിരിക്കുകയാണ്. എപ്പോഴാണ് സ്കാർലറ്റ് മുതുകിന്ന് ആ വാൾ വലിച്ചെടുത്തെന്നോ അയാളുടെ കഴുത്തിലേക്ക് കൊണ്ടുവച്ചെന്നോ ആരും കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി.
കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ സ്കാർലറ്റ് ആ വാളെടുത്ത് അയാളുടെ കഴുത്തിലേക്ക് കുത്തുകയായിരുന്നു. ആ വാള് വാർഡന്റെ കഴുത്തിലേക്ക് കുത്തിയിട്ട് സ്കാർലറ്റ് അയാളോട് പറഞ്ഞു, ടെൽ മീ ഓൺസ് അഗൈൻ. മൈ ലേഡി, ഞാൻ ഇപ്പൊ മോചിപ്പിക്കാം. തർക്കിച്ചുകൊണ്ട് ഇനി കാര്യമില്ല എന്ന് വാർഡന് പൂർണ്ണമായും മനസ്സിലായിരിക്കുകയാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും സ്കാർലറ്റ് വാളെടുത്തു. സ്കാർലറ്റ് വാളെടുത്തതും വാർഡൻ സ്കാർലറ്റിന് ചോദിച്ചു, മൈ ലേഡി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരാണ് അദ്ദേഹം? ആരെ മോചിപ്പിക്കാനാണ് സ്കാർലറ്റ് ആവശ്യപ്പെടുന്നതാണ് ചോദ്യം. ചോദ്യം കേട്ടതും സ്കാർലറ്റ് വാർഡൻ നേരെ ചൂണ്ടിക്കൊണ്ട് വാർഡനോട് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അത് ലോഗൻ റൈസ് ആണ്. ലോഗൻ റൈസ് എന്ന് കേട്ടതും വാർഡന്റെ മുഖം ഒന്ന് വിളറി. വാർഡൻ സ്കാർലറ്റിനോട് ചോദിച്ചു, റൈസ് കുടുംബത്തിലെ പിന്നല്ലാതെ? ഉടൻ തന്നെ സ്കാർലറ്റിന് മറുപടി വരികയാണ്. ഈ സമയത്ത് ഡസ്റ്റിന്റെ സെല്ലിൽ ആ ഷാഡോ ഗ്രൂപ്പിലെ ആളുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഡസ്റ്റിൻ റൈസിനെ എങ്ങനെ രക്ഷിക്കാം, അതാണ് ഇപ്പോഴും അവരുടെ ചർച്ച. ഡസ്റ്റിൻ റൈസിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും ആ ടീം ഏതാണ്ട് തയ്യാറായി വരികയാണ്. അവരെന്തായാലും അവിടെ കിടന്ന് മരിച്ചു. നേരത്തെ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു കലാപം ഉണ്ടാക്കി ആ വരുന്ന ആളുകളെ നേരിടാം. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ കോൺലിയസ് പറഞ്ഞു, ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. ആ കിടക്കുന്ന ആ ഫസ്റ്റ് ഓഫീസർ, അയാളാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. അയാളെ ബന്ദിയാക്കിയാൽ അയാളെ ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കും. കോൺലിയോസ് അത് പറയാൻ കാരണമുണ്ട്. ആ കിടക്കുന്ന ഫസ്റ്റ് ഓഫീസറുടെ ബ്രദറിലെയാണ് വാർഡൻ. വേറെ ആരെ ബന്ദിയാക്കിയാലും വാർഡൻ വഴങ്ങത്തില്ല. പക്ഷേ ഭാര്യയുടെ സഹോദരനെ രക്ഷിക്കാൻ വാർഡൻ റോസ്വെൽ ചിലപ്പോൾ തയ്യാറായേക്കും. അങ്ങനെ വന്നാൽ ഡസ്റ്റിൻ റൈസിനെ അവിടുന്ന് രക്ഷിക്കാൻ അവർക്ക് പറ്റിയേക്കും. അങ്ങനെ അവർ പറഞ്ഞ ആ നിമിഷത്തിൽ അവർ ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ആ കോറിഡോറിന്റെ അറ്റത്തുനിന്ന് ആളുകൾ നടന്നു വരുന്നത് ഗ്രില്ലിലൂടെ അവർക്ക് വ്യക്തമായും കാണാം. അവരുടെ സെല്ല് ആ ഇടനാഴിയുടെ മൂലയ്ക്കുള്ള സെല്ലായതുകൊണ്ട് അവർക്ക് ദൂരം നിന്ന് വരുന്ന ആളുകളെ വരെ വ്യക്തമായി കാണാം. ഒരു ടീം തന്നെ അങ്ങോട്ട് നടന്നു വരികയാണ്. ആ ടീമിന്റെ മുന്നിൽ നടന്നു വരുന്ന ആളെ സെല്ലിനകത്തുള്ള ആ മുട്ടത്തലയനും ബാക്കിയുള്ളവരൊക്കെ കണ്ടു. ദൈവമേ, വാർഡൻ റോസ്വെൽ ആണ് വരുന്നത്. വാർഡൻ റോസ്വെൽ തന്നെ അങ്ങോട്ട് വരുന്നു എന്ന് കേട്ടതും കോൺലിയോസ് എല്ലാവരോടും പറഞ്ഞു, വാർഡന വരുന്നത്, എല്ലാവരും മുട്ടുകുത്ത്. കേൾക്കേണ്ട താമസം കോൺലിയോസ് ഉൾപ്പെടെയുള്ള സകലരും മുട്ടുകുത്തി. വാർഡനും വാർഡന്റെ സംഘവും ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവരെല്ലാവരും മുട്ടുകുത്തി എന്നർത്ഥം. മുട്ടുകുത്തിയ കോൺലിയോസ് ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ അങ്ങനെ ചാരിയിരിക്കുകയാണ്. ഡസ്റ്റിൻ, മുട്ടുകുത്ത്. എന്തിന്? വാർഡന വരുന്നത്, വാർഡനെ പ്രീണിപ്പിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്, അയാൾ നിന്നെ കൊല്ലും. കോൺലിയോസ് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞിട്ടും ഡസ്റ്റിൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റിൻ കോൺലിയോസിനോട് പറഞ്ഞു, എന്തായാലും ഒരു ദിവസം മരിക്കും. ഞാനേ ഒരു കാര്യം തീരുമാനിച്ചു, എന്നെ കൊല്ലുകയാണെങ്കിൽ വരുന്നവരെയും ഞാൻ കൊല്ലും. ഡസ്റ്റിൻ റൈസിന്റെ ആ സംഭാഷണം ശരിക്കും ആവേശം പകരുന്ന ഒന്ന് തന്നെയായിട്ട് ആ ഷാഡോ ഗാർഡുകൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ സാഹചര്യം അവർക്കറിയാം അത്ര ശരിയല്ല. ഷാഡോ ഗാർഡുകൾ മുഴുവൻ അവിടെ ആ സെല്ലിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആ സമയത്ത് വാർഡനും ടീമും നടന്ന് ആ സെല്ലിന് അടുത്തെത്തി. വാർഡൻ ആ സെല്ലിന്റെ അടുത്തെത്തിയതും അതുവരെ അനങ്ങാതെ കിടന്ന വാർഡന്റെ ബ്രദറിനില്ല കൂടിയായ ആ ഫസ്റ്റ് ഓഫീസർ ചാടി എണീറ്റ് അയാൾ ഉറക്കെ സെല്ലിലുള്ള ആളുകളോട് പറഞ്ഞു, ഇടാ, ഞാൻ കേട്ടടാ, നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഞാൻ അറിഞ്ഞു, ഞാൻ ഇതിപ്പോ പറഞ്ഞു കൊടുക്കും. അയാൾ ഇത്രയും സമയം ബോധമില്ല എന്ന് അഭിനയിച്ചതാണ്. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ അങ്ങനെ കിടന്നതാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷാഡോ ഗാർഡുകൾ ഉണ്ടാക്കിയ പ്ലാൻ മുഴുവൻ ജയിലിലെ ഫസ്റ്റ് ഓഫീസർ കേട്ടിരിക്കുകയാണ്. തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് കോർലിയസിനും സംഘങ്ങൾക്കും ഒരുപോലെ ഉറപ്പ്. ഈ സമയത്ത് വാർഡൻ റോസ്വെൽ നടന്ന് ആ സെല്ലിനടുത്തെത്തി. സെല്ലിൽ ഡസ്റ്റിന് ഒഴികെയുള്ള മുഴുവൻ ആളുകളും മുട്ടുകുത്തി നിൽക്കുകയാണ്. അവർ ഉറക്കെ വാർഡനോട് പറയുകയാണ്, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ഈ സമയത്തും കോർലിയസ് ശബ്ദം താഴ്ത്തി ഡസ്റ്റിനോട് പറയുന്നു, ഡസ്റ്റിൻ, മുട്ടുകുത്ത്. കോർലിയസ് അങ്ങനെ പറയുമ്പോൾ സെല്ലിന്റെ അടുത്തെത്തിയ വാർഡൻ ആ സെല്ലിന്റെ ഗ്രിൽ തുറന്നു. ഈ സമയത്ത് റോസ്വെലിന്റെ അടുത്തെത്തിയ ഫസ്റ്റ് ഓഫീസർ റോസ്വെലിനോട് പറഞ്ഞു, ബ്രദറില്ല, യുമാർ എന്നെ മർദ്ദിച്ചു. അങ്ങനെ അയാൾ വാർഡനോട് പറഞ്ഞപ്പോ വാർഡൻ അത് ശ്രദ്ധിക്കാതെ സെല്ലിനകത്തേക്ക് കയറിയ വാർഡൻ റോസ്വെൽ നടന്ന് എത്തിയത് സാക്ഷാൽ ഡസ്റ്റിന് മുന്നിലാണ്. ഡസ്റ്റിന്റെ മുന്നിൽ വന്ന വാർഡൻ പെട്ടെന്ന് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. അയാൾ ഡസ്റ്റിന് മുന്നിൽ തലകുനിച്ച് ഡസ്റ്റിനെ വണങ്ങിയാണ്. വണങ്ങിക്കൊണ്ട് ഉറക്കെ അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, യുവർ ഗ്രേസ്,
എന്നോട് ക്ഷമിക്കണം. സാധാരണ രാജാക്കന്മാരെ സംബോധന ചെയ്യുന്ന വാക്കാണ് യുവർ ഗ്രേസ്. മഹാരാജാവേ എന്ന് വിളിക്കുന്നത് പോലെ ഡസൻ റൈസിനെ ആ വാർഡൻ റോസ്വെൽ വിളിക്കുന്നത് ആ സെല്ലിലെ ഷാഡോ ഗാർഡുകളും നമ്മുടെ ആ ഫസ്റ്റ് ഓഫീസറും വാർഡനൊപ്പം വന്ന ബാക്കിയുള്ള ഓഫീസേഴ്സൊക്കെ കേട്ടു. ആദ്യം അവർക്ക് കൊണ്ട് മനസ്സിലായില്ല വാർഡൻ എന്തായി ചെയ്യുന്നത്. വാർഡൻ റോസ്വെൽ വീണ്ടും ഡസ്റ്റനോട് പറഞ്ഞു, യുവർ ഗ്രേസ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും തലകുനിച്ചതും ഫസ്റ്റ് ഓഫീസർ ഓടി വാർഡന്റെ അടുത്തെത്തി. ബ്രദറല്ല, ഇവനാണ് എന്നെ മർദ്ദിച്ചത്. അങ്ങനെ ആ ഫസ്റ്റ് ഓഫീസർ പറഞ്ഞതും വാർഡൻ തിരിഞ്ഞു ഒരു അടിയേറ്റ് ആ ഫസ്റ്റ് ഓഫീസർ കറങ്ങി കറങ്ങി ആ ഗ്രില്ലിടിച്ച് താഴേക്ക് വീണു. ഈ കാഴ്ച ഷാഡോ ഗാർഡുകളെ ശരിക്കും ഞെട്ടിച്ചു. വാർഡന്റെ ഭാര്യയുടെ സഹോദരനാണ് അടിയേറ്റ് താഴെ വീണത്. വാർഡന് വേണ്ടി എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുന്ന അയാളെ വാർഡൻ പരസ്യമായി അങ്ങനെ തല്ലുമെന്ന് അവരെങ്ങനെ കരുതുക? റോസ്വെൽ തന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന കണ്ടതും ഡസൻ അയാളോട് പറഞ്ഞു, ഏയ്, ഞാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരാളൊന്നുമല്ല, ഞാൻ അത്ര നോബിളൊന്നുമല്ല. തന്നെ ഒരു രാജകുമാരന്റെ ശൈലിയിൽ ആ വാർഡൻ സംബോധന ചെയ്യുന്നത് കേട്ടപ്പോഴേ ഡസന് കഥ മനസ്സിലായി. റൈസ് കുടുംബത്തിലെ ലോഗൻ റൈസ് ആണ് അകത്തുള്ളതെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെതായ ഒരു ഭയമാണ് അയാളുടെ പെരുമാറ്റത്തുള്ളത്. ഡസൻ അങ്ങനെ പറഞ്ഞപ്പോ വാർഡൻ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഡസ്റ്റനോട് പറഞ്ഞു, സർ റൈസ്, സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സർ റൈസ്, പ്ലീസ്, താങ്കൾ പുറത്തേക്ക് വരണം. താങ്കളെ കാത്ത് ഒരാൾ പുറത്തു നിൽക്കുകയാണ്. എന്നെ കാത്ത് ഒരാൾ പുറത്തു നിൽക്കുന്നു. ആരാത്? സർ, താങ്കൾ പുറത്തേക്ക് വരണം സാർ, താങ്കൾക്ക് അവിടെ വന്നാൽ കാണാം സാർ. അങ്ങനെ ഡസ്റ്റനോട് വാർഡൻ പറഞ്ഞതും ഡസൻ എണീറ്റ് വാർഡനൊപ്പം പുറത്തേക്ക് നടന്നു. ഡസൻ ഒരു 2 സ്റ്റെപ്പേ നടന്നു കാണുള്ളൂ. പെട്ടെന്ന് ഡസൻ നിന്നു. ഡസൻ അവിടെ നിന്നിട്ട് ആ സെല്ലി കിടക്കുന്ന ഷാഡോ ഗ്രൂപ്പ് അംഗങ്ങളെ ഒന്ന് നോക്കിയിട്ട് വാർഡനോട് പറഞ്ഞു, ഇവര് എന്റെ സുഹൃത്തുക്കളാ, ഇവരും നല്ല ആളുകളാണ്, ഇവരെ റിലീസ് ചെയ്തൂടെ? പിന്നെന്താ, ഇപ്പൊ റിലീസ് ചെയ്യാലോ സാർ, താങ്കളുടെ സുഹൃത്തുക്കളാണെങ്കിൽ അവർ നല്ലവരായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വാർഡൻ അയാളുടെ കൂടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അവർ റിലീസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അടുത്ത നിമിഷത്തിൽ അതിവേഗം അവരെ അണിയിച്ചിരുന്ന ചങ്ങലകളൊക്കെ അഴിച്ചു. ആ സെല്ലിൽ വന്നതിന് ശേഷം കോൺലേസിന്റെ ചങ്ങല ആദ്യമായാണ് അഴിക്കപ്പെടുന്നത്. ശരിക്കും ഒരു സ്വാതന്ത്ര്യം അയാൾക്ക് അനുഭവപ്പെടുകയാണ്. സകലരുടെയും ചങ്ങലകൾ അഴിച്ച് അവരെ സ്വതന്ത്രരാക്കി സെല്ലിന് പുറത്തെത്തിച്ചതും അവരെല്ലാവരും വാർഡനെ വണങ്ങി. വാർഡനെ വണങ്ങിയതും വാർഡൻ റോസ്വെൽ അവരോട് പറഞ്ഞു, ഞാനല്ല നിങ്ങൾ രക്ഷിച്ചത്, സർ റയസാണ്. സർ റയസാണ് അവരെ രക്ഷിച്ചെന്ന് കേട്ടതും അവര് ഒന്നടങ്കം ഡസ്റ്റിന് മുന്നിൽ തലകുനിക്കുകയാണ്. സർ റയസ്, സർ റയസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തലകുനിച്ചപ്പോ ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ബാ, നമുക്ക് പുറത്തേക്ക് പോവാം. അടുത്തതായി നമ്മൾ കാണുന്നത് ഒരു ജാഥ പോലെ ആ ടീം ആ കോറിഡോറിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അവര് ആ കോറിഡോറിന്റെ അടുത്തെത്തി ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റ് അവർ മുകളിൽ എത്തിക്കുന്നു. ഡസൻ റൈസും അയാൾക്കൊപ്പമുള്ള ടീമും ആ ബിൽഡിങ്ങിന്റെ പുറത്തെത്തിയപ്പോ ഡസൻ ഒന്ന് ആത്മാർത്ഥമായി ശ്വസിച്ചു പോവുകയാണ്. ഫ്രഷ് എയർ അവിടെ അല്ലേ ഉള്ളൂ. ഇത്രയും നേരം നിലവറയിലെ വായുവാണ് ശ്വസിച്ചിരുന്നത്. ഡസൻ അങ്ങനെ ഫ്രഷ് എയർ വലിച്ചെടുക്കുമ്പോൾ ഡസന്റെ കൂടെയുള്ള ആ ഷാഡോ ഗ്രൂപ്പിലെ ആളുകൾ തൊട്ട് മുന്നിൽ ചില ആളുകൾ നിൽക്കുന്ന കാണുന്നുണ്ട്. ആ ആളുകളെ കണ്ടതും ഷാഡോ ഗ്രൂപ്പിലെ ഒരാൾ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇടാ, ആ സുന്ദരമായിട്ട് ഡ്രസ്സിന് ചിഹ്നം നീ ശ്രദ്ധിച്ച? പെട്ടെന്ന് അടുത്ത നാള് അയാൾ തിരുത്തുകയാണ്, ഹലോ, അത് ഗോഡ് ഓഫ് വാർ ആണല്ലോ. ഗോഡ് ഓഫ് വാറോ? ഡ്രാഗൺ മാർഷിലെ വനിതാ ഗോഡ് ഓഫ് വാർ, ഗോഡസ് ഓഫ് വാർ. അയ്യോ, അപ്പൊ ഇത് സ്കാർലറ്റ് വൈലർ അല്ലേ? അങ്ങനെ ഷാഡോ ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഡസൻ റൈസിന്റെ കണ്ണുകൾ സ്കാർലറ്റിന്റെ മുഖത്ത് പതിഞ്ഞു. സ്കാർലറ്റിന്റെ മുഖത്ത് ഡസന്റെ കണ്ണുകൾ പതിഞ്ഞതും സ്കാർലറ്റ് ഡസന് നേരെ ഓടി വന്നതും ഒരേ നിമിഷത്തിലാണ്. ഡസന്റെ ഏകദേശം 3 അടി അടുത്തെത്തിയ സ്കാർലറ്റ് ഒറ്റ ചാട്ടം ചാടി ഡസനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡ്രാഗൺ മാർഷിന്റെ ദ ഒണാൻറ്റോളി ഗോഡസ് ഓഫ് വാർ, സ്കാർലറ്റ് വാരിയർ എന്നറിയപ്പെടുന്ന സ്കാർലറ്റ് സ്പാനർ ചാടി ഡസനെ അങ്ങനെ കെട്ടിപ്പിടിച്ചതും ആ ഫോഴ്സിൽ ഡസൻ 2 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങി പോവുകയാണ്. ഡസനെ ശരിക്കും ബലമായിട്ടാണ് സ്കാർലറ്റ് കെട്ടിപ്പിടിച്ചത്. ഡസനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്കാർലറ്റ് പറയുകയാണ്, ലോഗൻ, എത്ര നാളായി കണ്ടിട്ട്, എത്ര നാളായി? അങ്ങനെ സ്കാർലറ്റ് പറയുമ്പോൾ ഡസൻ സ്കാർലറ്റിന്റെ തലമുടിക്ക് പതുക്കെ ഇങ്ങനെ തടവുകയാണ്. ഹേയ് സ്കാർലറ്റ്, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിനാണ് ബാക്കിയുള്ള ആളുകൾ സാക്ഷിയാവുന്നത്. സ്കാർലറ്റിന്റെ ആ 2 ഡെപ്യൂട്ടി ജനറൽമാരും ജോർജിയും അതുപോലെ ബ്രിജിത്തും ഏതാണ്ട് സ്റ്റണ്ടായി നിൽക്കുകയാണ്. സ്കാർലറ്റ് സകലരും ഭയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സ്കാർലറ്റിനോട് ഒരു കളിയും ചിരിയും ആർക്കും നടത്താൻ പറ്റത്തില്ല.
വളരെ ഷാർപ്പാണ് അവർ, വളരെ കോൾഡാണ് അവർ. അവരുടെ കണ്ണുകളിൽ ആ തീഷ്ണത അവർക്ക് നന്നായിട്ട് അറിയാം. ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഭയത്തോടെ മാത്രം കാണുന്ന ഒരു പേരിന് ഉടമയാണ് സ്കാർലറ്റ് സ്പാനർ, ഗോഡസ് ഓഫ് വാർ, സാക്ഷാൽ സ്കാർലറ്റ് വാരിയർ. ഇത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരാളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച അമ്പരപ്പോടെ ബ്രിജിത്തും ജോർജിയും കാണുമ്പോൾ അതേ അമ്പരപ്പ് പ്രിസണുമായി ബന്ധിപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കും സാക്ഷാൽ വാർഡനും ഒക്കെ ഉണ്ട്. ഹേയ് ലോകൻ, എത്ര നാളായി കണ്ടിട്ട്, എവിടെയായിരുന്നു ഈ 10 വർഷം? ഹേ സ്കാർലറ്റ്, അവൻ നിന്നോട് ആദ്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ആദ്യത്തോട് പറഞ്ഞിരുന്നതാണല്ലോ നിന്നോട് എന്റെ സ്ഥലത്തെക്കുറിച്ച് അറിയിക്കണമെന്ന്. ഷേ, അവനോട് പറഞ്ഞില്ല. അവനെന്റെ കൈ കേട്ടിട്ട് അവൻ 2 കാലും 2 കൈയും ഞാൻ വെട്ടി ഓടിക്കും. സ്കാർലറ്റ്, അവൻ നിന്റെ സഹോദരനല്ലേ, ഒരു കാലും ഒരു കൈയും വെട്ടി ഓടിച്ചാൽ മതി. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോ സ്കാർലറ്റ് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. എന്നാ പിന്നെ അത് മതി. ഡസ്റ്റിനോട് വല്ലാത്തൊരു അടുപ്പം സ്കാർലറ്റിനുണ്ട്. സ്കാർലറ്റ് ഡസ്റ്റിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ വാർഡൻ ഡസ്റ്റിനെ റിലീസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അസ്കാബാൻ എന്ന ജയിൽ ഒരു ഓർമ്മ മാത്രമായി മാറുമായിരുന്നു. ആ ജയിൽ സാക്ഷാൽ ഗോഡസ് ഓഫ് വാർ പൊളിച്ചടുക്കുമായിരുന്നു. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സ്കാർലറ്റിന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരോട് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ലോഗൻ റൈസ് ആണ്. ആ ലോഗൻ റൈസിന് വേണ്ടി ഈ ലോകത്തെ 2ആയി പിളർക്കാൻ പറഞ്ഞാൽ അതിനും സ്കാർലറ്റ് ശ്രമിക്കും. സ്കാർലറ്റ് അതാണ്. അവക്ക് ലോഗൻ ഒരു വല്ലാത്ത വികാരമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് തികച്ചും അപ്രതീക്ഷിതമായി ലോഗൻ അവളുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോവുകയായിരുന്നു. അവൾ ലോകനെ തിരക്കാത്ത സ്ഥലങ്ങളില്ല, ലോകന് വേണ്ടി അലയാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ അവളെ ശരിക്കും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ലോഗൻ റൈസ് പേര് മാറ്റി ഡസൻ റൈസ് എന്ന പേരിൽ ഈ ഡ്രാഗൺ മാർഷിന് ഏറ്റവും അറ്റത്തുള്ള സ്വിൻഡലിൽ ഒരു ഡോക്ടറുടെ രൂപത്തിൽ പതുങ്ങി കഴിയുകയായിരുന്നു എന്ന് അവൾ എങ്ങനെയാ മനസ്സിലാക്കുക? ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സ്കാർലറ്റ്. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ഏറ്റവും വിലപ്പെട്ട കളിപ്പാട്ടം ഇതാ അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ആ ഫീല് സ്കാർലറ്റിനുണ്ട്. സ്കാർലറ്റ് ഡസ്റ്റിനൊന്ന് മാറി ഡസ്റ്റിനെ തന്നെ നോക്കുകയാണ്. ഡസ്റ്റിനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കുകയാണ്. ശരിക്കും കൗതുകത്തോടെ ഡസ്റ്റിന്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ലോകന് ശരിക്കും മാറിയിരിക്കുന്നു. അവൾക്ക് പരിചയമുള്ള ആ 15 വയസ്സുകാരനല്ല ഇപ്പോൾ ഡസ്റ്റിൻ. ഡസ്റ്റിൻ അത് കേട്ടപ്പോ സ്കാർലറ്റിനോട് പറഞ്ഞു, നീയും ഒരുപാട് മാറിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ സ്കാർലറ്റിനോട് പറഞ്ഞു, സ്കാർലറ്റ്, നമുക്ക് നാളെ കാണാം. ഇന്ന് എനിക്ക് അത്യാവശ്യമായി മറ്റൊരു കാര്യമുണ്ട്. ഡസ്റ്റിൻ, പറ്റിക്കരുത്, ഉറപ്പായും എന്നെ കാണണം. സ്കാർലറ്റ്, നീ എവിടെ താമസിക്കുന്നത്? ഞാൻ ഫാനോൺ എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, നാളെ രാവിലെ ഞാൻ അവിടെ എത്താം. ഡസൻ, ഉറപ്പായിട്ട് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ട് സ്കാർലറ്റ് അവളുടെ വാഹനത്തിനെതിരെ നടക്കുകയാണ്. 4-5 സ്റ്റെപ്പ് നടന്നിട്ട് സ്കാർലറ്റ് തിരിഞ്ഞ് ഡസ്റ്റിനെ നോക്കും, വീണ്ടും നടക്കും. പിന്നെയും ഒരു 5 സ്റ്റെപ്പ് കഴിഞ്ഞ് ഡസ്റ്റിനെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ പലതവണ ആവർത്തിച്ചിട്ടാണ് അവൾ വാഹനത്തിലേക്ക് കയറുന്നത്. വാഹനത്തിലേക്ക് കയറാൻ പോയപ്പോഴും സ്കാർലറ്റ് തിരിഞ്ഞ് ഡസ്റ്റിനെ ഒന്ന് നോക്കി. ശരിക്കും അവളുടെ ഭാഗമായിരുന്ന എന്തോ ഒന്നിനെ അവൾ വിട്ടിട്ട് പോകുന്ന പോലെ ഒരു ഫീലാണ് സ്കാർലറ്റിന്റെ മുഖത്തുള്ളത്. സ്കാർലറ്റ് കാറിൽ കയറി അവളുടെ ഡെപ്യൂട്ടി ജനറൽമാർക്കൊപ്പം പോയി കഴിയുന്നവരെ ഡസ്റ്റിനും ആ കാറിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്കാർലറ്റ് പോയി കഴിഞ്ഞതും ഡസ്റ്റിൻ റോസ്വെലിനോട് ചോദിച്ചു, മിസ്റ്റർ റോസ്വെൽ, എനിക്ക് ഒരു കാര്യം അറിയണം. സർ റൈസ് ചോദിച്ചോളൂ, എന്നെ ആരാ ഇവിടെ എത്തിച്ചത്? സർ റൈസ്, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് റോസ്വെൽ ഉടൻ തന്നെ അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോ റോസ്വെൽ പുറത്തേക്ക് വന്നത് റോസ്വെലിന്റെ ആ ബ്രദർ ലൈവുമായിട്ടാണ്. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച ആ കോട്ടും സൂട്ടും ധരിച്ച മനുഷ്യൻ തന്നെയാണ് പുറത്തേക്ക് വന്നത്. അയാളെ ഡസ്റ്റിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് റോസ്വെൽ ഡസ്റ്റിനോട് പറഞ്ഞു, സർ റൈസ്, ഇവനാണ് കാരണക്കാരൻ. സർ റൈസ്, അങ്ങേക്ക് ഇവനെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഇവനെ കൊല്ലണമെങ്കിൽ അതും ആവാം. ഇനി അഥവാ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ കൊല്ലാം. സ്വന്തം ഭാര്യയുടെ സഹോദരനെ കൊല്ലാൻ ഒരു മടിയും റോസ്വെലിന് ഇല്ല എന്നർത്ഥം. റോസ്വെൽ അങ്ങനെ പറഞ്ഞതും ആ തടിയൻ കരഞ്ഞുകൊണ്ട് റൈസിനോട് പറഞ്ഞു, സർ റൈസ്, ക്ഷമിക്കണം, എന്നെ പണം നൽകി പ്രലോഭിപ്പിച്ചതാണ്. പണം നൽകി പ്രലോഭിപ്പിച്ചതോ? ആരാ അത്? സർ, അതൊരു ഗെവിൻ കിള്ളിയനാണ്, ജനറലാണ് അദ്ദേഹം. ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ജൂലിയൻ നിക്കോൾസൺ വന്നിരുന്നുവെങ്കിലും ജൂലിയൻ അല്ല യഥാർത്ഥ പ്രതിയെന്ന് അപ്പോ തന്നെ ഡസ്റ്റിന് തോന്നിയതാണ്. ആ പ്രതി ആരാണെന്ന് ഇപ്പൊ ഇതാ വെളിവാക്കപ്പെടുകയാണ്. സാക്ഷാൽ ഗെവിയൻ കിള്ളിയൻ. രാവിലെ ഗെവിയനെ കണ്ടപ്പോ തന്നെ ഡസ്റ്റിന് ഒരു സംശയം തോന്നിയിരുന്നതാണ്, അവൻ ആള് ശരിയല്ലെന്ന്. അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഡസ്റ്റിൻ റോസ്വെലിനോട് പറഞ്ഞു, എനിക്ക് ഒരു വാഹനം വേണമല്ലോ. സാർ, എങ്ങോട്ട് പോകാനാണ്? എനിക്ക് മിൽസ്ബർഗിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഉടൻ തന്നെ ഒരു മിലിറ്ററി ജീപ്പ് റോസ്വെൽ അവിടേക്ക് വരുത്തിച്ചു.
മിലിറ്ററി ജീപ്പിന്റെ നേരെ നടന്ന ഡസൻ പെട്ടെന്നൊന്ന് തിരിഞ്ഞ് കോൺഗ്രസിനെയും ടീമിനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക് പോവാൻ വേറെ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ മിൽസ്ബർഗിലേക്ക് വാ. അവിടെ കിരിൻ ഗ്രൂപ്പിൽ വന്നിട്ട് നെൽസൺ ഫോഴ്സിനെ കണ്ട് കാര്യം പറ, നെൽസൺ നിങ്ങളെ സഹായിക്കും. അത് കേട്ടത് ആ ടീം ഒന്നടങ്കം ഡസ്റ്റിനെ വണങ്ങി ഡസ്റ്റിനോട് നന്ദി പറയുകയാണ്. ഡസ്റ്റിൻ അതിവേഗം ആ ജയിലിൽ നിന്ന് മിൽസ്ബർഗിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ഹോട്ടലിലെ ബാങ്കറ്റ് ഹാളിൽ അനവധി ചെറുപ്പക്കാരുണ്ട്. പട്ടാള യൂണിഫോം ധരിച്ച ആളുകളും അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. ശരിക്കും ഒരു അടിപൊളി പാർട്ടിയാണ് നടക്കുന്നത്. ആ പാർട്ടി നടക്കുന്ന ഹാളിന് നേരെ മുകളിൽ ബാൽക്കണിയിൽ ഗെവിൻ കിള്ളിയൻ ഒരു ഗ്ലാസ് മദ്യവുമായി അവിടെയുള്ള ആ റെയിലിൽ പിടിച്ച് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗെവിൻ കിള്ളിയന്റെ അടുത്ത് ഗെവിനെ പോലെയുള്ള ഒരാൾ നിൽപ്പുണ്ട്, ഒരു സുന്ദരൻ. ആ ആളോടായി ഗെവിൻ പറഞ്ഞു, മിസ്റ്റർ ടൈലർ, നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടേ. ഗെവിന്റെ പുറത്തൊന്ന് തട്ടിയിട്ട് ടൈലർ പറഞ്ഞു, ഹേയ് മിസ്റ്റർ ഗെവിൻ, നീ വിചാരിച്ച നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല ടൈലർ, ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഈ ഡസ്റ്റിനെ നേരിടാൻ ടൈലർക്ക് എന്റെ സഹായം സത്യത്തിൽ ആവശ്യമുണ്ടോ? അവനെ പോലെ ഒരു കക്ഷി നേടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, പിന്നെന്തേ? ഏയ് ഗെവിൻ, അതല്ല, അവനെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നടത്താനുണ്ട്. അവനെ അതുകൊണ്ടാ കൊല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നടാഷ ശരിക്കും ഡസ്റ്റിനുമായി അടുപ്പത്തിലാണ്. ഡസ്റ്റിനെ ജാമ്യവസ്തുവായി പിടിച്ചാൽ നടാഷയെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. അത് ടൈലർക്ക് അറിയാം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഡസ്റ്റിനെ ജയിലിൽ ടൈലർ ആക്കുന്നത് തന്നെ. ടൈലർ ഗ്രാൻഡ് അത്രയും പറഞ്ഞപ്പോ ഗെവിൻ ടൈലറോട് പറഞ്ഞു, ടൈലർ, ഞാനേ ഇന്ന് രാവിലെ ഒരു സുന്ദരിയെ പരിചയപ്പെട്ടു. ഗ്ലൻസ്റ്റഡ് നിക്കോൾസൺ കുടുംബത്തിലാണ് ആള്. നിക്കോൾസൺ കുടുംബത്തിലെയോ? ഏയ് ടൈലർ, പറഞ്ഞ നീ വിശ്വസിക്കില്ല. ഒരു അടിപൊളി സുന്ദരി. അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്തായാലും അവൾ വളയുകയാണെങ്കിൽ നിനക്കും ഉപയോഗപ്പെടും. ഗെവിൻ അത് പറഞ്ഞപ്പോൾ ടൈലർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ടൈലർ ഗെവിനോട് പറഞ്ഞു, ഓക്കെ ഗെവിൻ, എനിക്കറിയാമല്ലോ നിന്നെ. അങ്ങനെ പറഞ്ഞിട്ട് ടൈലർ ഗെവിനോട് യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങി. ടൈലർ ഗ്രാൻഡ് ആ ഹോട്ടലിൽ നിന്ന് പുറത്തുപോയി ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയി കാണും. ആ സമയത്ത് ആ ബാങ്കറ്റ് ഹാളിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ മുഴുവൻ ശ്രദ്ധ അവിടേക്ക് കടന്നു വന്ന ഒരു സുന്ദരിയിൽ പതിയുകയാണ്. ആണും പെണ്ണും ഒരുമിച്ച് ആ സുന്ദരിയെ നോക്കിപ്പോയ നിമിഷം അകത്തേക്ക് വന്നത് കറുത്ത ഗൗൺ അണിഞ്ഞ ഡാലിയ നിക്കോൾസൺ ആണ്. ആ ഹാളിനകത്തുള്ള മുഴുവൻ പേരും ഡാലിയെ കണ്ട് ഒന്ന് ഞെട്ടിയെന്ന് പറയാം. മിൽസ്ബർഗിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. സകല കണ്ണുകളും ഡാലിയ നിക്കോൾസണിലാണ്. ഡാലിയുടെ കൂടെ ജൂലി അംബേഴ്സൺ ഉണ്ട്. ജൂലി അത് കണ്ടു. എല്ലാവരും ഡാലിയെ തന്നെ നോക്കുന്നത്. ജൂലി ആണെങ്കിൽ അന്ന് പകൽ മുഴുവൻ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി മാത്രം ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങിയ ആളാണ്. ശരിക്കും നന്നായിട്ട് മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, വില കൂടിയ വസ്ത്രങ്ങളും അതിന് അനുയോജ്യമായ ആഭരണങ്ങളും ഒക്കെയാണ് ജൂലി അണിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ജൂലി അംബേഴ്സനെ ആരും നോക്കുന്നില്ല. സകലരുടെ ശ്രദ്ധ സാക്ഷാൽ ഡാലിയ നിക്കോൾസണിലാണ്. ജൂലി ഡാലിയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഡാലിയ, നിന്റെ കൂടെ വന്നത് അബദ്ധമായി. സകലരും നിന്നെ നോക്കുന്നത്. അങ്ങനെ ജൂലി പറയുമ്പോഴേക്കും മുകളിൽ നിൽക്കുകയായിരുന്ന ഗെവിൻ കിള്ളിയൻ നടന്ന് താഴെയെത്തി. അയാൾ ഡാലിയുടെ അടുത്തേക്ക് വന്നു. ഏയ് ഡാലിയ, താൻ എന്ത് സുന്ദരിയായിരിക്കുന്നു. ഹേയ് മിസ്റ്റർ കിള്ളിയൻ, ഞാനോ ഒപ്പം? ഏയ് ജൂലി, ഇയാൾ അല്ലെങ്കിൽ സുന്ദരിയാണല്ലോ. രണ്ട് സ്ത്രീകളെയും അതിൻ്റെതായ ശൈലിയിൽ ഒന്ന് സുഖിപ്പിക്കാൻ ഗെവിൻ മറന്നില്ല. ഗെവിൻ കിള്ളിയൻ ഡാലിയോടും ജൂലിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂലിയൻ നിക്കോൾസൺ അകത്തേക്ക് വരുന്നത്. ജൂലിയനൊപ്പം ഒരു സുന്ദരിയുണ്ട്. ആ സുന്ദരിയെ ഗെവിന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് കരുതിയാണ് ജൂലിയൻ അകത്തേക്ക് വന്നത്. പക്ഷേ അകത്തേക്ക് വന്ന ജൂലിയൻ കാണുന്നത് സാക്ഷാൽ ഡാലിയ നിക്കോൾസണോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗെവിൻ കിള്ളിയനെയാണ്. ആ സംഭാഷണം ജൂലിയൻ ഒന്ന് ശ്രദ്ധിച്ചു. രണ്ടുപേരും ശരിക്കും സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. നല്ല അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കും പോലെ ഗെവിൻ കിള്ളിയനും ഡാലിയ നിക്കോൾസണും സംസാരിക്കുന്നത് കണ്ട ജൂലിയൻ അന്തമിട്ട് നിൽക്കുന്നത് ജൂലി കണ്ടു. ജൂലി പെട്ടെന്ന് ജൂലിയുടെ അടുത്തേക്ക് വന്നു. ഏയ് ജൂലിയൻ, എന്താ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത്? അല്ലെ ഡാലിയ, അതെ ഡാലിയ നിക്കോൾസൺ. അങ്ങനെ ജൂലി എടുത്തു പറഞ്ഞതും ജൂലിയൻ നടന്ന് ഡാലിയുടെ അടുത്ത് വന്നു. ഈ ഡാലിയ, ഞാനൊരു കാഴ്ച കണ്ടായിരുന്നേ. എന്ത് കാഴ്ച? ആ ഡസ്റ്റൻ റൈസിനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഡാലിയ അറിഞ്ഞില്ലേ? ഡസ്റ്റിനെ പോലീസ് പിടിച്ചതോ? എന്തിന്? എനിക്ക് തോന്നുന്നത് ആ ഹാങ്ക് ഹോഫ്മാനെ കൊന്നതിന് ഡസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ്. ഹാങ്കിനെ കൊന്നതിന് ഡസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡസ്റ്റിനെ പോലീസ് എങ്ങോട്ട് കൊണ്ടുപോയി? ഡസ്റ്റിനെ അസ്കബാനിൽ അടച്ചിരിക്കുകയാണ്. അസ്കബാനോ? അത് ആ ഭീകര ജയിലല്ലേ? ഡാലിയയും ആ ജയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശരിക്കും ഡാലിയുടെ മുഖം വിളറുകയാണ്. ഡാലിയ ജൂലിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പോയതും ജൂലി ഡാലിയുടെ കൈ കയറി പിടിച്ചു. ഏയ് ഡാലിയ, എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഡസ്റ്റിനെ ഇറക്കണം, എനിക്ക് ഡസ്റ്റിനെ രക്ഷിക്കണം. ഏയ് ഡാലിയ, നീ ഇപ്പോ എങ്ങനെ രക്ഷിക്കുന്നത്? നീ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ജൂലി, അതൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ എനിക്ക് ഡസ്റ്റിനെ രക്ഷിച്ചാൽ പറ്റും? ഏയ് ഡാലിയ, ഡസ്റ്റിനെ രക്ഷിക്കാൻ പറ്റുന്ന ആളല്ലേ ഇവിടെ നിൽക്കുന്നത്. ആര്? നീ
മിസ്റ്റർ കിള്ളിയനോട് പറ, കിള്ളിയൻ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? സ്റ്റോണിയെ ആസ്ഥാനമാക്കിയിട്ടുള്ള കിള്ളിയൻ വിചാരിച്ചാൽ ഡസൻ റൈസിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ജൂലി പറഞ്ഞപ്പോ ഡാലിയ കിള്ളിയന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ കിള്ളിയൻ പ്ലീസ്, എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ജയിലിലായിരിക്കുകയാണ്, അദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കണം. എന്താ സുഹൃത്തിന്റെ പേര്? അത് ഞാൻ രാവിലെ പരിചയപ്പെടുത്തില്ല, ആ ഡസൻ റൈസ് ആണ്. ഓഹോ, ഞാൻ ഓർക്കുന്നു. അയാൾക്ക് എന്ത് പറ്റി? അയാളിപ്പോ എവിടെയാ? അയാള് അസ്കാബാൻ എന്നുള്ള ജയിലിലാണ്. അസ്കാബാനില്ല ഡാലിയ, അത് ലേശം പ്രശ്നമാണല്ലോ. അവിടെ എൻട്രിയേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. തിരിച്ചവിടെ നിന്ന് ആർക്കും ജീവനോടെ പുറത്തു വരാൻ പറ്റില്ല. മിസ്റ്റർ കിള്ളിയൻ അങ്ങനെ പറയരുത്. എങ്ങനെ ഡസ്റ്റിനെ രക്ഷിക്കണം? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഡാലിയ നിക്കോൾസൺ പറഞ്ഞപ്പോ കിള്ളിയൻ ഡാലിയോട് പറഞ്ഞു, മിസ് ഡാലിയ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്താം. എനിക്ക് വലിയ ഉറപ്പില്ല, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. മറ്റൊന്നും കൊണ്ടല്ല, അസ്കാബാനിൽ ഞങ്ങൾ മിലിറ്ററിക്കാർക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. അത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് പണിഷ്മെന്റ് ടീമിന്റെ കീഴിൽ വരുന്നതാണ്. അവർക്ക് മാത്രമേ അവിടെ നിയന്ത്രണമുള്ളൂ. ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് കിള്ളിയൻ അയാളുടെ ഒരു സബോർഡിനേറ്റിനെ അയാൾ അടുത്തേക്ക് വിളിച്ചു. സബോർഡിനേറ്റിനോട് വളരെ ശബ്ദം താഴ്ത്തി ചെവിയിൽ എന്തൊക്കെയോ കിള്ളിയൻ പറയുകയാണ്. കിള്ളിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലകുലുക്കി കേൾക്കുകയാണ് ആ സബോർഡിനേറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കിള്ളിയൻ ഡാലിയുടെ അടുത്തേക്ക് വന്നു. ഡാലിയ, ഞാൻ ഡസ്റ്റിനെ വിടുവിക്കാനുള്ള സകല ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് എനിക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഡസ്റ്റിനെ ആ ജയിലിൽ വെച്ച് ആരും ഉപദ്രവിക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡസ്റ്റിന് ജയിലധികാരികളും മറ്റ് ജയിൽ പുള്ളികളും മർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി കിട്ടിയതിൽ ഡാലിയയ്ക്ക് ഒരു സന്തോഷം. ജൂലി വളരെ സന്തോഷപൂർവ്വം തന്നെ കിള്ളിയനോട് നന്ദിയും പറഞ്ഞു. മിസ്റ്റർ കിള്ളിയൻ അങ്ങനെ വലിയ കാര്യമാണ് ചെയ്തത്. ജൂലി അങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഒരു മ്യൂസിക് പതുക്കെ ഒഴുകി വരികയാണ്. ഡാൻസ് ഫ്ലോറിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ഏകദേശം ഒരു 20 ജോഡി ആ ഡാൻസ് ഫ്ലോറിൽ ഉണ്ട്. ചെറുപ്പക്കാരുടേതായ ഒരു 20 ജോഡി. ആ മ്യൂസിക്കിനനുസരിച്ച് ആ ചെറുപ്പക്കാർ ഡാൻസ് കളിക്കുന്ന കണ്ടതും ഗാവിൻ കിള്ളിയൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നമുക്ക് ആ ഫ്ലോറിലേക്ക് ഒന്ന് കയറിയാലോ? ഏയ് മിസ്റ്റർ ഗാവിൻ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏയ് ഡാലിയ, എന്തായി പറയുന്നത്? മിസ്റ്റർ കിള്ളിയനല്ലേ വിളിക്കുന്നത്, ചെല്ലേ. അങ്ങനെ ജൂലി പറഞ്ഞപ്പോ ഡാലിയ ജൂലിയോട് പറഞ്ഞു, ഏയ് ജൂലി, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഡാലിയ, ഇപ്പോ ഡസ്റ്റിനെ രക്ഷിക്കാൻ ഇദ്ദേഹം വിചാരിച്ചാലേ പറ്റൂ, അതുകൊണ്ട് ചെല്ല്. ജൂലി നിർബന്ധിച്ചപ്പോ ഡാലിയ സമ്മതിച്ചു. ഡാലിയ നിക്കോൾസണും ഗവിയൻ കിള്ളിയനും കൂടി ആ ഡാൻസ് ഫ്ലോറിലേക്ക് കയറി. ശരിക്കും മനോഹരമായ ഒരു റൊമാൻറ്റിക് മ്യൂസിക് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ആ മ്യൂസിക്കിന്റെ താളത്തിനനുസരിച്ച് ജോഡികൾ സാവധാനം ഡാൻസ് കളിക്കുകയാണ്. ശരിക്കും നല്ല രസമുള്ള ജോഡികളാണ് ആ ഡാൻസ് ഫ്ലോറിൽ ഉള്ളതെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ ഡാലിയ നിക്കോൾസണിലും ഗവിയൻ കിള്ളിയനുമാണ്. ഡാലിയ നിക്കോൾസൺ സുന്ദരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയണം. ഗവിയൻ കിള്ളിയനും ഒരു സുന്ദരനാണ്. സുന്ദരനായ കിള്ളിയനും സുന്ദരിയായ മിസ് നിക്കോൾസണും ആ ഫ്ലോറിൽ ആ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. എല്ലാ കണ്ണുകളും അവരിലാണ്. ആ ഡാൻസിങ് ഇങ്ങനെ തുടരുകയാണ്. അതിനിടയിൽ കിള്ളിയൻ പല കാര്യങ്ങളും ഡാലിയോട് പറയുന്നുണ്ട്, ഡാലി പല കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. രണ്ടുപേരും ഏതാണ്ട് ചിരിച്ചുകൊണ്ടാണ് പരസ്പരം സംസാരിക്കുന്നത്. ഈ സമയത്താണ് ഡസൻ റൈസിനെയും വഹിച്ചുകൊണ്ട് അസ്കാബാൻ ജയിലിലെ ആ വാഹനം ആ ഹോട്ടലിന് മുന്നിലെത്തിയത്. ഡസ്റ്റിനെ ഇറക്കിയിട്ട് ആ വാഹനം പോയപ്പോ ഡസൻ ആ ഹോട്ടലിലേക്ക് കടന്നു. ബാങ്കറ്റ് ഹാളിനകത്തേക്ക് ഡസൻ കടക്കുമ്പോൾ തന്നെ ഡസൻ ഡാൻസ് ഫ്ലോറിലെ ആ കാഴ്ച കണ്ടു. സകലരും ഡാൻസ് ഫ്ലോറിലേക്ക് നോക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഡസനും അങ്ങോട്ട് നോക്കിയത്. ആ ഡാൻസ് ഫ്ലോറിലെ മ്യൂസീഷ്യൻസ് വായിക്കുന്ന മനോഹരമായ മ്യൂസിക്കിനെ അനുസരിച്ചുകൊണ്ട് ശരിക്കും രസകരമായ സ്റ്റെപ്പുകളിലൂടെ ഡാൻസ് കളിക്കുന്ന ജോഡികളിൽ എല്ലാവരുടെയും ശ്രദ്ധ ഒരു പ്രത്യേക ജോഡിയിലാണല്ലോ. ആ ജോഡിയിലേക്ക് തന്നെയാണ് ഡസ്റ്റിനെ കണ്ടു പതിഞ്ഞത്. ഡസ്റ്റിൻ ആ കാഴ്ച കണ്ട് ശരിക്കും സ്തംഭിച്ചു പോയെന്ന് പറയാം. താൻ ജയിലിലായിരിക്കുമോ ഡാലി ഇതാ ഒരു ചെറുപ്പക്കാരനൊപ്പം ഡാൻസ് കളിക്കുന്നു. ശരിക്കും ഒരു വിഷമം ആ കാഴ്ച ഡസ്റ്റിൻ ഉണ്ടാക്കുകയാണ്. ഡസ്റ്റിൻ കയറി വന്ന ഭാഗത്തുള്ള വാതിൽ ചുവരിലേക്ക് വലിച്ചടിച്ചു. ശബ്ദം കേട്ട് സകല ആളുകളും ആ വാതിൽക്കലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും ഡാലിയ നിക്കോൾസന്റെ കണ്ണുകളും ആ വാതിൽക്കലേക്ക് വന്നു. വാതിൽക്കലേക്ക് നോക്കിയ ഡാലിയ നിക്കോൾസൺ ശരിക്കും നടുങ്ങിപ്പോയെന്ന് പറയാം. സാധാരണഗതിയിൽ ഡസ്റ്റിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഡാലിക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഒരു നടുക്കമാണ് ഡാലിക്ക് ഉണ്ടായത്. അവിടെ ആ വാതിലിന്റെ നടുക്ക് ഒരു ആചാര ബാഹുവിനെ പോലെ ഡസ്റ്റിൻ നിൽക്കും പോലെയാണ് ഡാലിക്ക് തോന്നിയത്. ഡാലി പെട്ടെന്ന് ഗവിന്റെ പുറത്ത് കൈയെടുത്തിട്ട് 2-3 സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഡാലിയ അതിവേഗം പുറകോട്ട് മാറുന്നത് വാതിൽക്കിൽ നിന്ന് ഡാൻസ് ഫ്ലോറിന് നേരെ നടക്കുന്ന ഡസ്റ്റിൻ കൃത്യമായി കണ്ടു. ഡാലിയുടെ മുഖത്ത് ശരിക്കും ഒരു ചമ്മലുണ്ട്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുന്ന 2 ആളുകളുണ്ട്. ഒന്ന് സാക്ഷാൽ ഗവിയൻ കിള്ളിയൻ, മറ്റത് ജൂലിയൻ നിക്കോൾസൺ. അസ്കാബാൻ എന്ന ജയിലിനെ കുറിച്ച് അവർക്ക് 2 പേർക്കും നന്നായിട്ട് അറിയാം. അസ്കാബാൻ ജയിലിനകത്തേക്ക് വരുന്ന ഒരാൾ സാധാരണഗതിയിൽ പുറത്തിറങ്ങാറില്ല. ഇതുവരെ അങ്ങനെ ഒരു ചരിത്രവുമില്ല. അസ്കാബാനിൽ അടയ്ക്കപ്പെട്ട ഡസൻ റൈസ് ഇതാ
അവരുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇവൻ എങ്ങനെ പുറത്തിറങ്ങിയത്? ജൂലിയനും അതുപോലെ ഗെവിനും ഒരു പിടിയും കിട്ടുന്നില്ല. അവർ അന്തപ്പെട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് നടന്നു വരുന്ന ഡസൻ റൈസിനെ ജൂലി അംബേഴ്സൺ കണ്ടു. ജൂലി ഓടി ഡസൻ അടുത്തേക്ക് വന്നു. ഡസൻ, നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ്. പക്ഷെ കിളിയൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ജൂലി പറയുമ്പോഴേക്കും ഡാൻസ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയ ഡാലിയ നിക്കോൾസൺ ഡസന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഡസൻ, ഇതൊരു അതിശയമായിരിക്കുന്നില്ലേ? എന്താ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ലെന്ന് നീ കരുതിയോ? ഡസൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്. ഡസൻ, അതല്ല. എന്തല്ലാന്ന്? ഡസൻ, മിസ്റ്റർ കിള്ളിയനാണ് നിങ്ങളെ രക്ഷിച്ചത്. കിള്ളിയനോ? ഏത് കിള്ളിയൻ? ഗെവിൻ കിള്ളിയനല്ലേ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത്? ഡാലിയ നിക്കോൾസണും ജൂലി അംബേഴ്സണും അങ്ങനെ പറഞ്ഞപ്പോ ഡസൻ റൈസ് ആ ഡാൻസ് ഫ്ലോറിൽ നിൽക്കുന്ന ഗെവിൻ കിള്ളിയനെ ഒന്ന് നോക്കി. ഡാലിയ, ഈ കിള്ളിയൻ എന്നെ രക്ഷിച്ചു എന്നാണ് നീ പറയുന്നത്? അതെ ഡസൻ. ഡാലിയ, ഇവൻ എന്നെ രക്ഷിക്കുകയല്ല, എന്നെ അകത്താക്കിയത് ഇവനാണ്. ഇവൻ പ്ലാൻ ചെയ്താണ് എന്നെ അകത്താക്കിയത്. ഡസൻ, എന്തായി പറയുന്നത്? എന്ത് വിഡിത്തര വിളിച്ചു പറയുന്നത്? ഡാലിയ, ഞാൻ പറയുന്ന സത്യമാണ്. ഡസൻ, മാന്യമാരെ കുറിച്ച് മോശം കാര്യങ്ങൾ പറയരുത്. ഡാലിയ, നീ എന്തായി പറയുന്നത്? അവനെങ്ങനെ മാന്യനാവും? അവനാണ് എന്നെ ജയിലിലാക്കിയത്. അവനെ ഇടപെട്ട് ചതിച്ച് എന്നെ ജയിലിലാക്കിയ കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ എന്നിട്ട് അവന് വേണ്ടി സംസാരിക്കുന്നു. ഡസൻ, എന്ത് പറഞ്ഞാലും ഇത് സമ്മതിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ ഗെവിൻ കിള്ളിയൻ ആള് ഒരു ജെന്റിൽമാൻ ആണ്. അയാള് ഒരിക്കലും ഡസൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല. ഡസൻ ഒരു കാര്യം ചെയ്യും, മിസ്റ്റർ ഗെവിനോട് താങ്ക്സ് പറയാം. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞതും ഡസൻ പെട്ടെന്ന് ഡാൻസ് ഫ്ലോറിലേക്ക് കയറി. അതെ, ഞാൻ അവനോട് പറയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ നടന്ന് ഗെവിൻ അടുത്തേക്ക് വന്നു. ഗെവിൻ അടുത്തേക്ക് വന്ന ഡസൻ കൈ നിവർത്തി ഒരൊറ്റ ആടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഡസൻ ഗെവിനെ അടിക്കുന്നത്. ആ ഹാളിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ബാങ്കറ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ഗെവിൻ കിള്ളിയനാണ്. ആ ഗെവിൻ കിള്ളിയനെയാണ് ആ ബാങ്കറ്റ് പാർട്ടിയിലേക്ക് വന്ന ഒരാൾ അടിച്ചിരിക്കുന്നത്. ആ ഡാൻസ് ഫ്ലോറിലെ മ്യൂസിക് പെട്ടെന്ന് നിശ്ചലമായി. മുഴുവൻ ആളുകളുടെ ശ്രദ്ധ ആ സ്പോട്ടിലേക്ക് തിരിയുകയാണ്. അടികൊണ്ട് 3-4 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോയ ഗെവിൻ പെട്ടെന്ന് ശരിയായി ഡസന് നേരെ തിരിഞ്ഞ് ഡസനോട് ചോദിച്ചു, എന്തായി ചെയ്തത്? എന്താ ചെയ്തതെന്നോ? നിനക്ക് ഞാൻ എന്താ ചെയ്തെന്ന് നന്നായിട്ട് അറിയാം. നീയല്ലേ എന്നെ ജയിലിലാക്കിയത്? ഡസൻ, എന്തായി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? ഞാൻ നിങ്ങളെ ഇറക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അത് കേട്ടതും ഡസൻ തിരിഞ്ഞ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇവൻ പറയുന്നത് നുണയാണ്, ഇവൻ കള്ളനാണ്. ഡസൻ റൈസ് അങ്ങനെ പറയുമ്പോ ഡാലിയ നിക്കോൾസൺ ശരിക്കും ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുകയാണ്. അവളെ രാവിലെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഗെവിൻ കിള്ളിയനാണ്. അവളുടെ ഗ്രാൻഡ് പേ മരണത്തിൽ രക്ഷിക്കാൻ ആവശ്യമായ പനാക്സ് റൂട്ട് കൊടുത്തതും ഗെവിൻ കിള്ളിയനാണ്. അവളുടെ ഡസൻ റൈസിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തതും ഗെവിൻ കിള്ളിയനാണ്. ആ ഗെവിൻ കിള്ളിയനെയാണ് ഡസൻ റൈസ് ഇപ്പോ പരസ്യമായി തല്ലിയിരിക്കുന്നത്. ദേഷ്യം കൊണ്ട് ചുവന്ന ഡാലിയ നിക്കോൾസൺ ഡസനോട് പറഞ്ഞു, ഡസൻ, ഗെവിനോട് മാപ്പ് പറ. ഡാലിയ, നീ എന്തായി പറയുന്നത്? ഞാൻ മാപ്പ് പറയാനോ? ഞാൻ മാപ്പല്ല പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഡസൻ കാല് ഉയർത്തി ഒരൊറ്റ ചവിട്ട്. ശരിക്കും വേഗത്തിലാണ് ഡസൻ ഗെളിയനെ ചവിട്ടിയത്. ഗെളിയൻ ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥനും ജനറലും ഒക്കെ ആണെങ്കിലും ആ വേഗത്തിൽ ഡസൻ ചവിട്ടുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചല്ല. ചവിട്ടേറ്റ് ഗെളിയൻ താഴേക്ക് വീണു. താഴേക്ക് വീണ ഗെളിയന്റെ അടുത്തേക്ക് വീണ്ടും ഡസൻ നടന്നെടുക്കുന്ന കണ്ടതും ഡാലിയ ഓടി വന്ന് ഗെളിയന്റെ മുന്നിൽ കയറി നിന്നു. ഡസൻ, നിർത്ത്! ഡാലിയ ഏതാണ്ട് അലറുകയാണ്. ഡാലിയ, നീ മാറ്, ഇവനെ എന്നെ രണ്ട് പറ്റിക്കട്ടെ. ഡസൻ, ഞാനാ പറഞ്ഞ നിർത്താൻ. ഡാലിയ, നീ മാറ്. ഡസൻ അത് പറഞ്ഞതും ഡാലിയ കൈ നിവർത്തി ഒരൊറ്റയാടി. പടക്കം പൊട്ടും പോലെ ഡസന്റെ കവിളിൽ ഡാലിയുടെ കൈ പതിഞ്ഞു. ശരിക്കും ആ അടി ഡസനെ ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഡസൻ ഡാലിയുടെ കവിളിൽ പതിഞ്ഞതും ഏതാണ്ട് നിശ്ചലനായി അങ്ങനെ നിന്നു പോവുകയാണ്. ഡസന്റെ കവിളിൽ ഡാലിയുടെ കൈ പതിഞ്ഞതും ഡാലിയ അവളുടെ കൈയിലേക്ക് അറിയാതെ നോക്കി പോവുകയാണ്. അവൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ ഡസനെ അടിച്ചു പോയതാണ്. പബ്ലിക്കായിട്ട് ഡസനെ ഡാലിയ തല്ലുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒരു തവണ ഡാലിയും ഡസനും തമ്മിൽ വഴക്കുണ്ടായപ്പോ ഡാലിയ ഡസനെ തല്ലിയിട്ടുണ്ട്. അത് പക്ഷേ അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പോ ഇത് ആ പുരുഷാരവും മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കെ ഡസനെ ഡാലിയ പരസ്യമായി തല്ലിയിരിക്കുന്നു. ഒരു നിമിഷം ഡസൻ ഏതാണ്ട് പൂർണ്ണ നിശബ്ദതയിൽ അങ്ങ് നിൽക്കുകയാണ്. ഡസൻ അല്പസമയം കഴിഞ്ഞിട്ട് ഡാലിയുടെ നേരെ തിരിഞ്ഞു. ഡാലിയ നിക്കോൾസൺ, നീ ഇവന് വേണ്ടി എന്നെ തല്ലി. ഡസൻ, ഞാൻ ഡാലിയ, നിനക്ക് എന്നെക്കാൾ വിശ്വാസം ഇന്ന് പരിചയപ്പെട്ട ദാ ഇവനെയാണ്. ഡസൻ, അങ്ങനെയൊന്നും അല്ല ഡാലിയ, ഞാൻ കണ്ടു നീ ഇവനോടൊപ്പം ഡാൻസ് കളിക്കുന്നത്. നീ ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ ഇവനെ എന്ന് നീ എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ ഇവനോടൊപ്പം ശരിക്കും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ട സ്ഥിതിക്ക് എനിക്കറിയാം വിത്തിൻ ഡേയ്സ് നീ ഇവന്റെ ബെഡ്റൂമിൽ എത്തുമെന്ന്. ഡസൻ, ഡാലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാചകമാണ് ആ സമയത്ത് ഡസൻ പറഞ്ഞത്.
ഡസൻ ഡാലിയ ഒന്ന് നോക്കിയിട്ട് ഡാലിയോടായി പറഞ്ഞു, ഡാലിയ, ഇവിടെ അവസാനിക്കുന്നു എല്ലാം. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നെ എനിക്ക് ഇനി കാണേണ്ട കാര്യമേ ഇല്ല. നീ ഇനി എന്റെ ലൈഫിലില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ പെട്ടെന്ന് ആ ഡാൻസ് ഫ്ലോറിൽ നിന്ന് താഴേക്കിറങ്ങി ഞാൻ നടന്നു തുടങ്ങി. ഡാൻസ് ഫ്ലോറിൽ നിന്ന് ഡസൻ അങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്നാണ് 3-4 സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വന്ന് ഡസൻ തടഞ്ഞത്. ഏയ്, എവിടെ പോകുന്നു? ഈ ഹാളിൽ കയറി അടിയുണ്ടാക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ അവന്മാർ ചോദിച്ച് തുടങ്ങിയപ്പോ തന്നെ ഡസൻ കൈയും കാലും ഒന്ന് നിവർത്തിയതേ ഉള്ളൂ. ആ സെക്യൂരിറ്റി ഗാർഡുകൾ പെട്ടെന്ന് അവിടെ അങ്ങ് ചിതറി വീണു. ഈ കാഴ്ച കണ്ട ജൂലി ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഡസന്റെ സ്വഭാവം കണ്ടില്ലേ? എന്തൊരു ദേഷ്യമാണ് അയാൾക്ക്. ആളുകളെ തല്ലാൻ ഒരു മടിയുമില്ല. അങ്ങനെ ജൂലി പറഞ്ഞതും അനവധി ആളുകൾ അകത്തേക്ക് ഓടി വന്നവർ ആർമി യൂണിഫോമിലാണ്. അവരുടെ കയ്യിലുള്ള തോക്കുകൾ അവർ ഡസന് നേരെ ചൂണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ഡാലിയ കിളിയനോട് പറഞ്ഞു, മിസ്റ്റർ കിളിയൻ, ഡസൻ ഒന്നും ചെയ്യരുത്. ഡാലിയ അത് പറഞ്ഞതും കിളിയൻ ഉറക്കെ ആ പട്ടളക്കാരോട് പറഞ്ഞു, ഏയ്, മിസ് നിക്കോൾസൺ പറഞ്ഞു കേട്ടില്ലേ? ഡസൻ റൈസ് സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗെവിൻ കിളിയനെ തല്ലിയത്. എന്നിട്ടും ഡാലിയ നിക്കോൾസൺ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഡസനെ ഒന്നും ചെയ്യണ്ട എന്ന് ഗെവിൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഗെവിന്റെ ഒരു ഇമേജ് അങ്ങ് വർദ്ധിക്കുകയാണ്. ഡാലിയുടെ മനസ്സിലും ജൂലിയുടെ മനസ്സിലും സ്വാഭാവികമായിട്ടും ഒരു ബഹുമാനം ഗെവിൻ കിളിയനോട് തോന്നുകയും ചെയ്തു. ഡസൻ ആ പട്ടളക്കാരങ്ങ് മാറിയതും പുറത്തേക്ക് നടന്നു. ഡസൻ പുറത്തേക്ക് നടന്നു വരുമ്പോ പുറത്ത് മഴ പെയ്യുകയാണ്. ഡസൻ ആ ഹോട്ടലിൽ വന്നത് അസ്കാബാനിൽ നിന്നുള്ള ജീപ്പിലാണ്. ആ ജീപ്പ് പോയി കഴിഞ്ഞു. പുറത്തേക്ക് പോകാൻ ഒരു വാഹനം വേണമല്ലോ എന്ന് ഡസൻ ഇങ്ങനെ ആലോചിക്കുന്ന നിമിഷത്തിൽ ഒരു സിൽവർ ബെന്റ്ലി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സിൽവർ ബെന്റ്ലിൽ നിന്ന് ചാടി ഇറങ്ങിയത് സാക്ഷാൽ നടാഷ ഹാർമണാണ്. നടാഷ ഓടി ഡസൻ അടുത്തേക്ക് വന്നു. ഡസൻ എപ്പോ ഇറങ്ങിയത്? എന്താ എന്നെ വിളിക്കാത്തത്? ഡസൻ, ഞാൻ ഗ്രാൻഡ് പിയെ കൊണ്ട് വാർഡനെ വിളിപ്പിച്ചപ്പോ വാർഡൻ എന്നോട് പറഞ്ഞത് ഡസൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. അറിഞ്ഞ നിമിഷം മുതൽ ഡസൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ അറിഞ്ഞത് ഡസൻ ഇങ്ങോട്ട് വന്നെന്ന്. ഒറ്റ ശ്വാസത്തിൽ നടാഷ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നടാഷയുടെ കണ്ണുകൾ ഡസന്റെ കവിളിൽ പതിയുന്നത്. ഡസന്റെ കവിളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ നടാഷ ഡസനോട് ചോദിച്ചു, ഡസൻ, എന്താ ഇത്? ഡസന്റെ കവിളിൽ 5 വിരലുകൾ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഡസന്റെ പുറത്ത് പരിക്കേൽപ്പിക്കത്തില്ല. ഇതാ ആ ഡസന്റെ കവിളിൽ ആരോ അടിച്ചിരിക്കുന്നു. ആരാ ഡസനെ തല്ലിയത്? നടാഷ അങ്ങനെ ചോദിക്കുമ്പോ അകത്തെ ഹാളിൽ നിന്ന് ഡാലിയ നിക്കോൾസൺ ഓടി പുറത്തു വന്നു. അവൾ ഡസന് പുറകെ ഓടി വന്നതാണ്. ഡസൻ ആ ഹാളിൽ നിന്ന് അവളോട് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഡാലിയ പുറത്തേക്ക് ഓടുകയായിരുന്നു. അവളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി ഡസൻ റൈസ് ഇറങ്ങി പോകുന്നു എന്നാണ് ഡസൻ അവളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഡാലിയ ഡസനോട് കാര്യങ്ങൾ പറയാനായിട്ട് ഓടി പുറത്തേക്ക് വന്നത്. ഡാലിയ ഓടി പുറത്തേക്ക് വരുമ്പോ അവൾ കാണുന്നത് നടാഷ ഹാർമണയും ഡസൻ റൈസിനെയാണ്. നടാഷ ഓടി വന്ന ഡാലിയെ കണ്ടു. നടാഷ പെട്ടെന്ന് സ്റ്റെപ്പ് കയറി ഡാലിയുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ഡസൻ ആ സിൽവർ ബെന്റ്ലി കാറിലേക്ക് കയറി. നടാഷ ഡാലിയുടെ അടുത്ത് വന്നിട്ട് ഡാലിയോട് ചോദിച്ചു, ഏ ഡാലിയ, നീയാണോ ഡസനെ തല്ലിയത്? അത് പിന്നെ നടാഷ, ഞാൻ അപ്രതീക്ഷിതമായി. ഡാലിയ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. നീയാണോ ഡസനെ തല്ലിയത്? അതെ. ഡാലിയ അതേന്ന് പറഞ്ഞതും ടപ്പെന്നൊരു അടിയുടെ ശബ്ദം കേൾക്കുകയാണ്. നടാഷ ഹാർമൺ കൈ നിവർത്ത് ഡാലിയ നിക്കോൾസിന്റെ കവിളിൽ ആഞ്ഞൊന്ന് പൊട്ടിച്ചു. കാറിനകത്തിരുന്ന് ഈ രംഗം കണ്ട ഡസൻ റൈസും ഞെട്ടി. നടാഷ പരസ്യമായി ഡാലിയ അങ്ങനെ തല്ലുമെന്ന് ഡസൻ ഒരിക്കലും കരുതിയിരുന്നല്ല. നടാഷ ഡാലിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഡാലിയോടായി പറഞ്ഞു, നീ ഒരു കാര്യം തിരിച്ചറിയണം. ഡസന് നിന്നോടുള്ള സ്നേഹം, ഈ ഭൂമിയിൽ ഡസൻ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്നെയാണ്. ആ നീ ഡസന്റെ കവിളിൽ അടിച്ചു. നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ചെയ്തത്. നിനക്ക് ഇപ്പോ കരസ്ഥമായിരിക്കുന്ന എല്ലാം ഡസന്റെ സംഭാവനയാണ്. ഡസൻ പിന്നിൽ നിന്നുകൊണ്ട് നിന്നെ ഈ സൊസൈറ്റിയിൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഡസനാണ് നിന്റെ ഉയർച്ചയുടെ എല്ലാം പിന്നിൽ. ആ ഡസനെയാണ് നീ തല്ലിയത്. ഏയ് ഡാലിയ, നിനക്ക് ഡസനെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഡസനെ വേണം. ഞാൻ ജീവിച്ചിരിക്കെ ഡസനെ തൊടാൻ ആരെയും സമ്മതിക്കില്ല. ഡാലിയ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇനി ഒരിക്കൽ കൂടി നീ ഡസന് നേരെ കൈ ഓങ്ങിയാൽ ഡാലിയ, നീ പിന്നെ ഉണ്ടാവില്ല. നടാഷ വളരെ ഉറക്കെ, ശരിക്കും ത്രട്ടനിങ് എന്ന് പറയാവുന്ന ശൈലിയിൽ ഡാലിയ നിക്കോൾസിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ ആ ശബ്ദം അകത്ത് കാറിലിരിക്കുന്ന ഡസൻ റൈസ് കേൾക്കുന്നുണ്ട്. ഡസ്റ്റൻ പോലും കിടുങ്ങിപ്പോകുന്ന ശൈലിയിലാണ് നടാഷ അത് പറഞ്ഞത്. ഈ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയ ജൂലി അംബേഴ്സനും ഇത് കേൾക്കുന്നുണ്ട്. ജൂലി നിശബ്ദയായി ആ ഡയലോഗ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നടാഷ ഇറങ്ങി കാറിൽ കയറി. കാറിൽ നടാഷ കയറിയതും ഡസൻ നടാഷയോട് ചോദിച്ചു, എന്താ ഇത്? ഡസൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടാഷ പെട്ടെന്ന് കാർ എടുത്തു. നടാഷ ഡസന്റെ കവിളിലേക്ക് നോക്കുമ്പോൾ നടാഷയുടെ കണ്ണുകളിൽ ശരിക്കും ദേഷ്യം ഇരച്ചു കയറുകയാണ്. സങ്കടവും ദേഷ്യവും അവളുടെ മുഖത്തുണ്ട്. അവളുടെ ഡസൻ റൈസിനെ ഇതാ ഒരാൾ തല്ലിയിരിക്കുന്നു.
അവൾക്ക് എങ്ങനെ അത് അനുവദിക്കാൻ പറ്റും? ഏയ് ഡസൻ, എന്താ ഉണ്ടായേ? സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡസൻ ഡൈസ് നടാഷയോട് പറഞ്ഞു. ഈ സമയത്ത് ആ കാറിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. ഡസൻ ഡൈസിനെ നേടാനായി ഡാലിയ നിക്കോൾസനും നടാഷ ഹാർമണും തമ്മിൽ ശരിക്കും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ ഡാലിയ അവൾ പോലും അറിയാതെ അവൾ തന്നെ ഡസനെ നടാഷയെ ഏൽപ്പിച്ചതുപോലെയായി. നടാഷ ഹാർമണിലേക്ക് ഡസനെ അടുപ്പിക്കാൻ ഇന്നത്തെ സംഭവം കാരണമായിരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഡാലിയ വല്ലാതെ വിതുമ്പി പോവുകയാണ്. ഈ സമയത്ത് അടുത്തെത്തിയ ജൂലി ഡാലിയുടെ പുറത്തു വിട്ടു. ഏയ് ഡാലിയ പ്ലീസ്. ജൂലി അംബേഴ്സൺ ഡാലിയ അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ അകത്ത് ഗെവിൻ കളിയുടെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരി വിരിയുകയാണ്. ശരിക്കും അയാൾക്ക് ഡസൻ ഡയസ് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോ അവിടെ നടന്ന ആ നാടകത്തിന് മുന്നിൽ ഒന്നുമല്ലാതായിരിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന ഒരു നാടകമാണ് അയാൾ കണ്ടത്. ഡസൻ ഡൈസും ഡാലിയ നിക്കോൾസും തമ്മിലുള്ള ആ ബന്ധം ശരിക്കും ആടി ഉലഞ്ഞിരിക്കുകയാണ്. അയാളുടെ ടാർഗറ്റ് ഡാലിയ നിക്കോൾസൺ ഇനി അയാൾക്ക് സ്വന്തം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസൻ ഡൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.